بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي المنان. أعوذ بكلمات الله التامات من شر ما خلق. نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده. جزاكم الله عنا خير الجزاء. أعوذ بالله من الشيطان الرجيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ثلاث من كن فيه وجد حلاوة الإيمان. من كان الله ورسوله أحب إليه مما سواهما. وأن يحب المرء لا يحبه إلا لله. وأن يكره أن يعود إلى الكفر كما يكره أن يقذف في النار. وصدق رسوله الأمين. وصلي صلاة تملأ الأرض والسماء على من له أعلى العلم تبوأوا قما مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأوا إلى العرش والكرسي أحمد قسما ونورهما من نوره يتلألأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ബഹുമാന്യരായ കാരണവന്മാരെ, മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികളെ, ഉസ്താദുമാരെ,
മുതഅല്ലിമീങ്ങളെ, അനുജന്മാരെ, അനുജത്തിമാരെ, ഉമ്മമാരെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഏറ്റവും വിലപ്പെട്ട നമ്മുടെ ആയുസ്സിന്റെ ഭാഗമായ നമ്മുടെ സമയം, ആ സമയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നാം ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നാം ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന മുഴുവൻ സമയങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന വലിയ അമലായി നമ്മുടെ വക്കിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ കൈതക്കോടുമായി വളരെ നേരത്തെ ബന്ധമുണ്ട്. ഈ പള്ളിയിലും പരിസരങ്ങളിലുമൊക്കെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ കണ്ടിരുന്ന ധാരാളം മുഖങ്ങൾ ഇന്ന് കാണുന്നില്ല. അല്ലാഹു അവരെ നമ്മളിൽ നിന്ന് കൊണ്ടുപോയി അവരിയ്ക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മളിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞാൽ നമ്മളിരിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവർ ഇരിക്കും. ഇതാണ് നമ്മുടെ മനുഷ്യന്മാരുടെ അവസ്ഥ. ഇന്ന് ആരോഗ്യമുണ്ടെങ്കിൽ നാളെ അനാരോഗ്യമാണ്. ഇന്ന് ആഫിയത്തുണ്ടെങ്കിൽ അല്പം കഴിഞ്ഞാൽ രോഗമാണ്. ഏത് അവസരത്തിലും എന്തും സംഭവിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇന്ന് ലോകത്തിന്റെ പോക്ക്. ഇന്നലെ കണ്ടിരുന്ന ആൾ ഇന്ന് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം കുഴഞ്ഞു മരിച്ചു എന്നാണ്. ഇന്നലെ നാം സംസാരിച്ചിരുന്ന വ്യക്തി, നാമുമായി ചിരിച്ച് സലാം ചൊല്ലി നമുക്ക് കൈ തന്ന ആ സഹോദരൻ ഇന്ന് കേൾക്കുന്നത് അപകടത്തിൽ മരിച്ചു എന്നാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ കുല്ലും റിഇം മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. മദീനയിൽ ഹിജ്റ ചെന്ന് മദീനയുടെ കാലാവസ്ഥ പറ്റാതെ വന്നപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മക്കയെ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മക്കയുടെ സുഖവും ആനന്ദവും ചിന്തിച്ചുകൊണ്ട് മഹാനൗറുകൾ വഹല്ലാരിദൻ യൗമൻ മിയഹ മജന്നത്തിൻ وهل يبدو والليشامة مطفيل ألا ليت شعري هل بيتن ليلة ببعد وحولي إذخر وجليل. മക്കയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ബിലാൽ എന്നവർ പാട്ട് പാടിയപ്പോ അത് കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ബിലാലിനോട് പറഞ്ഞു, ഓ ബിലാലേ, അങ്ങനെ പാടല്ല ബിലാലേ, ആ രൂപത്തിലുള്ള ചിന്തകളൊക്കെ നീ മാറ്റിവെക്ക്. പിന്നെ ഞാനും നീയുമൊക്കെ ചിന്തിക്കേണ്ടത് കുല്ലും മുസബ്ബഹും ഫീ അഹ്ലിഹി, ഓരോരുത്തരും അവരുടെ വീട്ടിൽ കഴിയുമ്പോ അവർ പടുത്തുയർത്തിയ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയെടുത്ത മനോഹരമായ മണിമാളികയിൽ കഴിയുമ്പോ, പട്ടുമത്തയിൽ വിശ്രമിക്കുമ്പോ, നല്ല സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി, ചെരുപ്പിന്റെ മാറ് അത് ആ കാലിനോട് എത്രമാത്രം അടുത്ത് കിടക്കുന്നോ അതുപോലെ മരണം അടുത്ത് കിടക്കുന്നു. ഏത് അവസരത്തിലും അത് സംഭവിക്കാം. ളുഹർ നിസ്കാരത്തിന് പള്ളിയിൽ മെഹ്റാബിൽ നിന്നുകൊണ്ട് ജമാഅത്തിന് നേതൃത്വം നൽകി. സുബ്ഹാന ജല്ല ജലാലു, നാട്ടുകാരായ ആൾക്കാർ ആ ഇമാമിന്റെ കൂടെ ജമാഅത്തായി നിസ്കരിച്ചു. ഇമാമ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചു. സാധാരണ പോലെ അസറിന് മുമ്പ് കുറച്ചു നേരം ഉറങ്ങാൻ കിടന്നതാണ്. ആ കിടത്തം പിന്നെ അന്ത്യകിടത്തമായി. ഒരാഴ്ച മുമ്പാണ്, പത്രത്തിൽ നിങ്ങൾ കണ്ടോ എന്നറിയില്ല, ഞാൻ വായിച്ചു, ഒരാഴ്ച മുമ്പാണ് സംഭവം. ഒരാഴ്ചയായിട്ടില്ല.
സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാൻ വേണ്ടി അസ്ർ നിസ്കരിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ റൂമിൽ നിന്ന് ഇമാമ് പുറത്തേക്ക് വരാതെയായപ്പോ, ഇമാമ് റൂമിലാണോ മൂത്രപ്പുരയിലാണോ ഹൗദുങ്കരയിലാണോ എന്നൊന്നും അറിയില്ല. ഇമാമ് വരാതെയായപ്പോൾ അവർ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അനക്കമറ്റ് ഇമാമ് കിടക്കുന്നു. ളുഹറിന് ഇമാം ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. പക്ഷേ അസറിന്റെ നേരത്തെ ഇമാമ് മിണ്ടാതെ കിടക്കുകയാണ്, ഉറക്കത്തിൽ മരണപ്പെട്ടു പോയി. അടുത്ത ദിവസമാണ് സംഭവം. പത്രത്തിൽ ഫോട്ടോ സഹിതമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഞാനും നിങ്ങളും നമുക്കറ്റമില്ലാത്ത ഒരു ജീവിതമുണ്ടല്ലോ. ഒരിക്കലും ആ ജീവിതത്തിൽ നിന്ന് പുറകോട്ടില്ലല്ലോ. ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും കൂടി എന്റെ മയ്യിത്ത്, നിങ്ങളെ മയ്യിത്ത് അത് താങ്ങിപ്പിടിച്ച് ഈ കാണുന്ന കഥകിലൂടെയോ അല്ലെങ്കിൽ കാണുന്ന കഥകിലൂടെയോ നേരെ മെഹ്റാബിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി വെക്കുമല്ലോ. وقدموني إلى المحراب وانصرفوا خلف الإمام فصلى ثم ودعني صلوا علي صلاة لا ركوع لها ولا سجود لعل الله يرحمني. 4 ആൾക്കാർ അല്ലെങ്കിൽ 6 പേര്. ആരാണവരെന്നറിഞ്ഞുകൂടാ. ഒരുപക്ഷെ തീരെ കാണാത്തവരായിരിക്കും, ഒരുപക്ഷെ ഒരു സലാമ് പോലും ചെല്ലാത്തവരായിരിക്കും. ആരാണ് എന്റെ വീട്ടിൽ നിന്ന് ആ മയ്യത്ത് കട്ടിലിന്റെ മുൻവശത്തും പിൻവശത്തും എന്നെ താങ്ങിക്കൊണ്ടുവരുന്നതെന്ന് എനിക്കിപ്പോൾ അറിയില്ല, നിങ്ങൾക്കും പറയാൻ സാധ്യമല്ല. ആരാണത് ചെയ്യുക എന്നറിയില്ല. ഏതായിരുന്നാലും ശരി, പടുത്തുയർത്തിയ വിയർപ്പൊഴുക്കി സുബ്ഹാന ജല്ല ജലാലുഹു ഒരു കരട് ആ വീട്ടിന്റെ ഉമ്മറക്കോലായിൽ കണ്ടാൽ ബേജാറാവുകയാണ്. ഒരു എട്ടുകാരിയുടെ ചിലന്തിയുടെ വല കണ്ടാൽ വിഷമം വരികയാ. ടൈൽസ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ വല്ലാത്ത വേദന തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്, അതേ അല്പം വെള്ളം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ വിഷമം തോന്നുകയാണ്. എന്തൊരു മനോഹരമാണ് നമ്മുടെ വീട്ടിന്റെ മുറ്റങ്ങൾ. വീട്ടിന്റെ മുറ്റം വരെ കട്ട പതിച്ചിരിക്കുകയല്ലേ. ഇവിടെ ഇരിക്കുന്ന തലനെരിച്ച ആളുകളോട് ചോദിക്കുക, പഴയ കാലത്ത് വീട്ടിന്റെ കോലായ കരിയായിരുന്നു തേച്ചിരുന്നത്. ചിരട്ട നല്ല പോലെ കരിച്ചു കളഞ്ഞിട്ട് ആ ചിരട്ടന്റെ ആ കരി മനോഹരമായി വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ആ ചിരട്ടക്കരി കൊണ്ട് പിഞ്ഞാണത്തിന്റെ പൊട്ടെടുത്ത് കൊണ്ട് തേമ്പിട്ടായിരുന്നു നമ്മുടെ കോലായി ഉണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ മൊയിലേര് എവിടുന്നാ വന്നത് എന്ന് ചിലപ്പോ ചെറുപ്പക്കാർ ചോദിക്കും. ഇയാളെന്തായി പറയുന്നത്? തല നിറച്ച് താടി നിറച്ച ആളുകളോട് ചോദിക്കൂ, ഉമ്മമാരോട് ചോദിക്കൂ, അവർ പറഞ്ഞു തരും. കുത്തിഞ്ഞാണം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ പിഞ്ഞാണം ഉണ്ടായിരുന്നു. ആ പിഞ്ഞാണത്തിലാണ് കറിയെടുത്തിരുന്നത്. എല്ലാറ്റിനും അത് തന്നെയാണ്. അതിൽ തന്നെയാണ് കഞ്ഞിയെടുക്കുന്നതും അതിൽ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ചായ കുടിക്കുന്നതും അതിൽ തന്നെ. ആ പിഞ്ഞാണം പൊട്ടിയാൽ വളരെ ഭദ്രമായി ഒരു സ്വർണ്ണക്കട്ടി പോലെ ഉമ്മ സൂക്ഷിച്ചു വെക്കുന്നു. എന്തിനാണത്? കൊല്ലത്തിലൊരിക്കൽ തേമ്പാനുണ്ട്. ആ തേമ്പാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതായിരുന്നു അത്. സുബ്ഹാന ജല്ല ജലാലുഹു. അങ്ങനെ ഉമ്മയും മക്കളും എല്ലാവരും കൂടിയിരുന്ന് വർഷത്തിലൊരിക്കൽ തേമ്പി വൃത്തിയാക്കുന്ന ആ കോലായും സിറ്റ് ഔട്ട് എന്ന് പിൽക്കാലത്ത് നമ്മൾ പേര് മാറ്റി പറഞ്ഞ ആ സ്ഥലവും പ്രിയപ്പെട്ടവരെ പോകട്ടെ, മലമൂത്ര വിസർജനം നടത്തുന്ന ആ സ്ഥലവും സുബ്ഹാനല്ലാഹ് എങ്ങനെയായി പോയി? എന്തേ നമുക്ക് ചിന്തിക്കണ്ടേ? എങ്ങനെയായി പോയി അതെല്ലാം? സുബ്ഹാന ജല്ല ജലാലോ. ഉമ്മായുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ വല്യമ്മാന്റെ കറുത്ത സൂപ്പണിഞ്ഞ കറുത്ത തുണിയെറിഞ്ഞ കറുത്ത സൂപ്പ് എന്ന് പറഞ്ഞാൽ കോഴി സൂപ്പ് മാതിരി സൂപ്പല്ല, അത് ആടിന്റെ സൂപ്പുമായിട്ട് സൂപ്പല്ല. കറുത്ത സൂപ്പ് എന്ന് പറഞ്ഞിട്ട് കറുത്ത ഒരു തുണി ഉണ്ടായിരുന്നു ഉമ്മമാർക്ക്. വെള്ളക്കാച്ചിയും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കറുത്ത തുണിയും ഉണ്ടായിരുന്നു. അധിക സമയത്തും ഉമ്മമാര്, പ്രായമുള്ള ഉമ്മമാർ ആ കറുത്ത സൂപ്പായിരുന്നു ധരിച്ചിരുന്നത്. അതിന്റെ പേര് കറുത്ത സൂപ്പ് എന്നാണ്. ആ തുണി ധരിച്ച് ഒരു കോന്തല, ആ കോന്തലക്കൽ 25 പൈസയും 50 പൈസയും 4 അണയും 8 അണയും ഒക്കെ. സുബ്ഹാനല്ലാഹ്. ഇനി അതിന്
അതിന് വേറെ വേദ പറയേണ്ടി വരും. എന്താ ഉസ്താദ് അണ എന്നൊക്കെ പറഞ്ഞാൽ, 4 അണ എന്ന് പറഞ്ഞാൽ എന്ത്, 8 അണ എന്ന് പറഞ്ഞാൽ എന്ത്, 16 അണ എന്ന് പറഞ്ഞാൽ എന്ത്, ഇത് കുട്ടികൾക്ക് വേണ്ടി വേറെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. ആ കോന്തല തുറന്നിട്ട് അതിൽ നിന്നൊരു 25 പൈസ ഉമ്മാമ എടുത്തു തന്നാൽ എന്തോ ഒരു സന്തോഷമാ. സുബ്ഹാന ജല്ല ജലാലു. ആ വീട്ടിലേക്ക് കൂന്ന് കിടക്കണം നമ്മള്. എല്ലാ ഇറകളും താഴ്ത്തി കെട്ടിട്ട്, ഓല കൊണ്ട് താഴ്ത്തി കെട്ടിയിട്ട് അതിലേക്ക് നൂന്ന് കിടന്നിട്ട് സുബ്ഹാനല്ലാഹ് അവിടെ നിലത്ത് പല വിരിച്ച് പലന്റെ മുകളിൽ ഇരുന്നിട്ട് ഒരു പാത്രത്തിൽ കഞ്ഞി ചെറിയ കയ്യിൽ കൊണ്ട്, ചിരട്ട കയ്യിൽ കൊണ്ട് കഞ്ഞി ഇങ്ങനെ കുടിച്ചിരുന്ന ആ റാഹത്ത്, ആ സന്തോഷം ഉണ്ടോ ഇന്ന്? ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സൗകര്യങ്ങളൊക്കെ അല്ലാഹ് തന്നതല്ലേ. ഈ സൗകര്യങ്ങളൊക്കെ ജല്ല ജലാലുവായ അല്ലാഹു തന്നതല്ലേ. ഒരു 10-15 കൊല്ലത്തിന്റെ ഇങ്ങോട്ട് എന്തെല്ലാം സൗകര്യങ്ങളായി പോയി നമുക്ക്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ആ പുരയിൽ നിന്ന് ഇന്ന് കാണുന്ന വീട്ടിൽ നിന്ന് എത്ര എസികളാണ് വീട്ടിലുള്ളത്? ഒരു സഹോദരൻ പറഞ്ഞു 6 എസി വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ വീട്ടിൽ, 6 എസികൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഹിക്മത്തിന്റെ വീശിപ്പാള എന്ന് പറഞ്ഞിട്ടൊരു വീശിപ്പാള ഉണ്ടായിരുന്നു. അതിന് നമ്മളൊക്കെ പേര് പറഞ്ഞത് ഹിക്മത്തിന്റെ വീശിപ്പാള എന്നായിരുന്നു. നല്ല പോലെ കൗമുങ്ങ കയറിയിട്ട്, അല്ലെങ്കിൽ കമുങ്ങിൽ നിന്ന് വീഴുന്നതായ ആ കൗമുങ്ങിന്റെ ഓല, പ്രിയപ്പെട്ടവരെ, പാള എന്ന് പറയും. ആ പാള മനോഹരമായി വെള്ളത്തിലിട്ടിട്ട് അത് വട്ടത്തിൽ ഇങ്ങനെ റൗണ്ടിൽ അത് മനോഹരമായ രൂപത്തിൽ വിശറിയാക്കിയിട്ട് ആ വിശറി കൊണ്ട് വീശിയിരുന്ന കാലം ഉണ്ടായിരുന്നില്ലേ? എത്ര കാലമായി അത് അസ്തമിച്ചു പോയിട്ട്. ആ സ്ഥാനത്ത് പ്രിയപ്പെട്ടവരെ, നേരത്തെ ഇവിടുത്തെ നിങ്ങൾ ഉസ്താദ് പറഞ്ഞു, പ്രിയപ്പെട്ട ഉപ്പയെ പറ്റി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. 1-ലധികം വിശറി ഉണ്ടായിരുന്നു ഉപ്പയുടെ കയ്യില്. വരുന്ന ആളുകൾ, സന്ദർശിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്കും ആ വിശറി കൊടുക്കും. ഉപ്പയും അത് ഇങ്ങനെ വിശറും വേർത്തിങ്ങനെ ഒലിക്കുന്നുണ്ടാകും. അത് തന്നെ വീശിയിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സ്ഥാനത്ത് എത്ര റൂമാണോ വീട്ടിലുണ്ടെങ്കിൽ ആ റൂമിൽ വരെ എസികളും സൗകര്യങ്ങളൊക്കെ ആയിട്ട് ചിന്തിക്കണേ. ഒരു ദിവസം ഈ കൈതക്കോട്ടുള്ള മുഴുവൻ ആളുകൾക്കും കിടക്കാനുള്ള ഒരു വാഹനമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള ഒരു വാഹനമുണ്ട്. നിങ്ങളെ വീട്ടിൽ ഓരോരുത്തർക്കും കാറുണ്ട്, ഓരോരുത്തർക്കും ബൈക്കുണ്ട്. ബൈക്കില്ലാത്ത വീട് ഇന്ന് കാണാൻ കഴിയില്ല. ബൈക്കില്ലാത്ത വീടിന്ന് കാണാൻ കഴിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മഹല്ലുകാർക്ക് മുഴുവനും, ആലിമാവട്ടെ, ആചാരാവട്ടെ, ഉമ്മയാവട്ടെ, ആര് തന്നെയായിരുന്നാലും ശരി, എല്ലാവർക്കും കൂടി സഞ്ചരിക്കുവാനുള്ള ഒരു വാഹനം ഈ പള്ളിന്റെ ചെരുവിലുണ്ട്. ആ വാഹനം വീട്ടിലേക്ക് വരുന്ന ഒരു ദിവസമുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. അത് വീട്ടിന്റെ ഉമ്മറത്ത് വന്ന് കൊണ്ടുവെക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ എന്റെ മുത്തഅല്ലിമീങ്ങളോട് പറയാറുണ്ട്, കുട്ടികളെ, ഏതെങ്കിലും ഒരു മഹല്ലിൽ 1-ലധികം കാറുകളുള്ള വീട്ടിൽ ഒരു മയ്യത്ത് കട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ? എല്ലാവർക്കും സഞ്ചരിക്കാൻ ഓരോ കാറുണ്ട്, ബൈക്കുണ്ട്. എന്നാൽ ഈ ഒരു മയ്യത്ത് കട്ടിൽ, എന്നാൽ പോകട്ടെ, ഒരു വീട് പോകട്ടെ, ഒരു തറവാട്ടുകാർക്ക് മയ്യത്ത് കട്ടിലുണ്ടോ? അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. മഹല്ലുകാർക്ക് എല്ലാവർക്കും കെടുക്കാൻ ഒരേ ഒരു കട്ടിൽ. പ്രിയപ്പെട്ടവരെ, യുനദൂന ഖൽഫൻ നഅശി മല്ലാ യുജീബുഹും فقد كنت في الدنيا سريع الإجابة وخلفي كريمات علي بواكيا وفيهن أمي شقيقي وعترتي. നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു 3 കോറ തുണി കൊണ്ടുവരും. സുബ്ഹാന ജല്ല ജലാലുഹു. ഏറ്റവും വില കുറഞ്ഞൊരു സാധനമാണത്. മയ്യത്തിന്റെ കഫൻ കൂടെ ഏറ്റവും വില കുറഞ്ഞ സാധനമാണ്. മുന്തിയ സാധനത്തിൽ കഫൻ ചെയ്യാൻ കഴിയില്ലല്ലോ. അതുവരെ നല്ല ജപ്പാന്റെ ശീലയുള്ള കുപ്പായം ഇട്ടിരുന്ന വ്യക്തി, നല്ല കോട്ടൺ
ഒരു മീറ്ററിന് 1000-1500 രൂപ വിലയുള്ള കോട്ടൺ ഡ്രസ് അണിഞ്ഞിരുന്ന നല്ല തുണിയെടുത്തിരുന്ന വ്യക്തിയാണ്. അതാ കേവലം 100-200 രൂപ ഒരു മീറ്ററിനുള്ള തുണി 3 കഷ്ണം തുണി കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, എന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും ഉരിയുകയാണ്. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്ന വസ്ത്രമേതോ ആ വസ്ത്രം മുഴുവനും ഉരിയൽ സുന്നത്താണെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് മുഴുവനും ഉരിയണം. മരിച്ചു കഴിഞ്ഞാൽ ആ വസ്ത്രങ്ങൾ മുഴുവനും ഉരിഞ്ഞിട്ട് ഒരു വസ്ത്രമില്ലാതെ ഈർപ്പമുള്ള കട്ടിലിൽ കിടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കട്ടിലിന്റെ മുകളിൽ ഉമ്മക്ക് വേണ്ടി വിരിപ്പി വിരിക്കണ്ട, ബാപ്പക്ക് വേണ്ടി പായ വിരിക്കണ്ട, ഒന്നും വിരിക്കാതെ അത് ഫ്രീ ആയ കട്ടിലിൽ അങ്ങനെ തന്നെ കിടത്തണമെന്നാണ് നിയമം. സുബ്ഹാനല്ലാഹ്, ഔറത്ത് കാണാതിരിക്കാൻ ഒരു നേർമയുള്ള തുണി മുകളിൽ തല മുതൽക്ക് കാല് വരേക്കും എത്തുന്ന രൂപത്തിൽ ഒരു തുണി മൂടിയിട്ട് ഔറത്ത് മറക്കണമെന്നാണ് നിയമം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അണിഞ്ഞ ഡ്രസ് എനിക്കഴിക്കാൻ കഴിയുമോ? നേരത്തെ പറഞ്ഞ ഇമാമു ദുഹർ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അസറിന്റെ മുമ്പ് ജനങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കണം, നിസ്കരിക്കണം എന്ന് വിചാരിച്ച് കിടന്ന ഇമാമു പിന്നെ എഴുന്നേറ്റില്ല. ഈ ഒരവസ്ഥ എനിക്ക് വരുമോ? നിങ്ങൾക്ക് വരുമോ? അല്ലാഹു അലം. പറയാൻ കഴിയില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അണിഞ്ഞ ഡ്രസ് എനിക്ക് അഴിക്കാൻ കഴിയുമോ? അതല്ല മറ്റാരെങ്കിലും അഴിക്കുമോ? ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചു വെച്ച എന്റെ ശരീരത്തിൽ ചില ന്യൂനതകൾ ഉണ്ടല്ലോ, അതാരെങ്കിലും കാണുമോ? ഇല്ല ഇല്ല സഹോദരങ്ങളെ, ആർക്കും പറയാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇരുന്ന സ്ഥലം ഞാനും നിങ്ങളും ഒഴിവാക്കി കൊടുക്കണം. ഇവിടെ 10 കൊല്ലം മുമ്പ് ഇരുന്നിരുന്ന ആൾക്കാർ അവർ ഒഴിവാക്കി തന്നു, നമ്മളിപ്പോ ഇരിക്കുന്നു. ഇനി നമ്മൾ ഒഴിവാക്കി നമ്മുടേതാ പള്ളിക്കാട്ടിലേക്ക് പോയിട്ട് ഈ സ്ഥലത്ത് വേറെ ആൾക്കാർ ഇരുന്നേ പറ്റൂ. ഏതായിരുന്നാലും അങ്ങനെ ഒരു ദിവസം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ശരീരത്തിലെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞിട്ട് ആ പ്രത്യേകമായ രൂപത്തിൽ ഖിബിലയിലേക്കായിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് തലയും പടിഞ്ഞാറ് ഭാഗത്ത് കാലും കിഴക്ക് ഭാഗത്ത് തലയും വെച്ചുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിടത്താറുള്ളത്. അതല്ലാത്ത രൂപത്തിൽ വടക്ക് ഭാഗത്തേക്ക് തലയും തെക്ക് ഭാഗത്തേക്ക് കാലും വെച്ചിട്ട് ചിരിച്ചു കിടത്തുന്നതാണ് ഏറ്റവും നല്ല രൂപം. അങ്ങനെയാണെങ്കിലും അങ്ങനെ കിടത്തിയാൽ പള്ളന്റെ മേൽ വെച്ചതായിരിക്കുന്ന കനം ചെരിഞ്ഞു കിടക്കുമ്പോൾ അത് വീണുപോകുമെന്ന് കരുതിയിട്ടാണ് രണ്ടാമത്തെ രൂപമായ നമ്മൾ ഇന്ന് സാധാരണ കിടത്തുന്ന രൂപം, കാല് പടിഞ്ഞാറോട്ടും തല കിഴക്കോട്ടുമായി കിടത്തുന്ന രൂപം. അങ്ങനെ കിടത്തണം. കിടത്തുമ്പോ വയറിന്റെ മുകളിൽ കനം വെക്കണം, കാരണം വയറ് വീർത്തു പോകും. സുബ്ഹാനല്ലാഹ്, വയറ് വീർത്തു പോകും. അതെന്തെങ്കിലും ഇരുമ്പിന്റെ സാധനങ്ങൾ ഒരു തുണിയിലാക്കിയിട്ട് കെട്ടിയിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. എന്നാൽ പിന്നെ വയറ് പൊന്തിപ്പോവുകയില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഇപ്പൊ എനിക്ക് വയർത്തപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കർച്ചീഫ് എടുത്തുകൊണ്ട് എന്റെ വയർപ്പ് മാറ്റി. എന്നാൽ ഒരു ഈച്ച വന്നിരുന്നാൽ ഈച്ചയെ പോലും മാട്ടാൻ കഴിയാതെ ഒരൊറ്റക്കെടുത്തം ഇന്ന് നിങ്ങൾ കയറി ചെല്ലുന്ന പൂമുഖത്തോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തോ അങ്ങനെ കിടക്കേണ്ടി വരും. ഇന്നലെ രാത്രി മോൻ വിളിച്ചിരുന്നു, ഗൾഫിൽ നിന്ന് മോൻ വിളിച്ചിട്ട് ബാപ്പ എന്ന് വിളിച്ചിരുന്നു. ബാപ്പ എവിടെ എന്ന് ചോദിച്ചിരുന്നു. ബാപ്പ മോനെ ഇശ കഴിഞ്ഞിട്ട് കടന്നു പോയതാണെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ബാപ്പ എന്ന് വിളിച്ചിരുന്ന മോൻ ഇശ കഴിഞ്ഞ കിടന്നുപോയ ബാപ്പ, ആ കിടത്തത്തിൽ ബാപ്പ മരിച്ചുപോയി. ആ വിവരം അറിഞ്ഞ രാവിലെ തന്നെ മോന് വിളിക്കുന്നു. ഇന്നലെ ബാപ്പ എന്ന് വിളിച്ചിരുന്ന മോൻ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ആ മോനെ വിളിക്കുന്നത് മയ്യത്ത് എപ്പോഴാ മറവ് ചെയ്യുന്നത്? മയ്യത്ത് നിസ്കാരം എപ്പോഴാ നടക്കുന്നത്? ഇന്നലെ ബാപ്പ എന്ന് വിളിച്ചിരുന്ന ആള് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മയ്യത്തായി പോയി. മയ്യത്ത് എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോയി. കട്ടായം അങ്ങനെ ഒരു വിളി നമുക്കുണ്ടാകും. ഈ കാണുന്ന റോട്ടിലൂടെ മൈക്ക് കെട്ടിയിട്ട് എന്റെ പേര് പറയും, നിങ്ങളെ പേര് പറയും. 11 മണിക്ക് നിസ്കാരം നടക്കുമെന്ന് പറയും, 10 മണിക്ക് നിസ്കാരം നടക്കുമെന്ന് പറയും. അതില്ലാതെ കഴിയില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അങ്ങനെ വീട്ടിൽ നിന്ന് സുബ്ഹാന ജല്ല ജലാലുഹു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വഖൽഫി കരീമാതുൻ അലയ്യാ ബവാകിയാ വഫീഹിന്ന ഉമ്മിയൗ ശഖീഖി വഇത്രതി. ആ വീട്ടിന്റെ അകത്ത് നിന്ന് ഉമ്മമാർ, സഹോദരിമാർ, വർഷങ്ങളോളം ഒന്നിച്ച് കഴിഞ്ഞിരുന്നവർ സുബ്ഹാനല്ലാഹ് അലയ്യാ ബവാകിയാ, എല്ലാവരും കരയുകയാണ്. ഉപ്പ പോവുകയാണോ? ഇനി ഞങ്ങൾക്കാരുണ്ട് ഉപ്പ പോവുകയാണോ? എല്ലാ ദിവസവും വൈകുന്നേരം ഉപ്പ വരുമ്പോഴുണ്ടായിരുന്ന സന്തോഷം, ആ സന്തോഷം അസ്തമിച്ചല്ലോ. ഒരിക്കലും ഇനി ഉപ്പ ഇങ്ങോട്ട് കയറി വരില്ലല്ലോ. ഒരിക്കലും ആ ഉമ്മ ഇനി ഇങ്ങോട്ട് കയറി വരില്ലല്ലോ. ഇന്നലെ വരെ സംസ്കരിച്ചു കഴിഞ്ഞ് ഉമ്മ എന്ന് വിളിച്ചു വന്നിരുന്ന ഞാൻ ഇനി ആരെയാണ് വിളിക്കുക? അപ്പോഴും നമ്മുടെ സ്വാർത്ഥ താല്പര്യമാണ്. എനിക്കാരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴും എനിക്കാണ് ആരുണ്ട് എന്ന് ചോദിക്കുന്നത്. എത്ര ആൾക്കാർ റൂമിലുണ്ട്, എത്ര ആൾക്കാർ അവിടെ പുറത്തുണ്ട്. എന്നിട്ടും ഇവൻ ചോദിക്കുന്നു, ഇവള് ചോദിക്കുന്നു, ഇനി എനിക്കാരാണുള്ളത്? ഈ ഒറ്റക്ക് പോകുന്ന ഉമ്മ, അതെ ഒറ്റക്ക് പോകുന്ന ബാപ്പാ, അവർക്കാരുണ്ടെന്നുള്ള ചോദ്യമില്ല. അപ്പോഴും ഞാനും നിങ്ങളും ചോദിക്കുന്നത് എനിക്കാരുണ്ട്, എന്റെ മക്കൾക്കാരുണ്ട് എന്നുള്ള ചോദ്യമാ. സുബ്ഹാനല്ലാഹ്, 10-70 കൊല്ലം 80 കൊല്ലം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ കുറഞ്ഞോ കൊല്ലം എന്റെ വീട്ടിലിരുന്നിരുന്ന എന്റെ ഉപ്പയും ഉമ്മയും പോവുകയാണല്ലോ. അവർക്കാരുണ്ട്? ആ ഖബറിൽ ഇനി കൂടെ ആരാ? ഇന്നലെ വരെ ഞാനും എന്റെ ഭർത്താവും ഒരേ കട്ടിലിൽ, ഒരേ ബെഡിൽ, ഒരേ തലയണി വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. ഒരേ പുതപ്പാണ്. ആ പുതപ്പ് ആദ്യ രാത്രിയിൽ തന്നെ ഞങ്ങൾ പുതച്ചിരുന്ന പുതപ്പാണ്. ആ പുതപ്പ് ഇന്നും അതേ രൂപത്തിൽ തന്നെ ആ സ്മരണ പുതുക്കിക്കൊണ്ട് ആ പുതപ്പുണ്ട്. അങ്ങനെ കിടക്കൽ സുന്നത്താണ്. ഒരു വരിപ്പിൽ, ഒരു പുതപ്പിൽ, ഒരു തലയണിയിൽ മുത്തനബി അങ്ങനെയാണ് കിടന്നിരുന്നത്. ഭാര്യമാരോട് കൂടെ അങ്ങനെയാണ് കിടന്നിരുന്നത്. 2 തലയണി ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ തലയണിയെ ഉണ്ടായിരുന്നുള്ളൂ. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുത്തനബിയുടെ അടുത്തേക്ക് ചെന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഭാര്യയും കൂടി കിടക്കുകയാണ്. ആ കിടക്കുന്ന അവസരത്തിൽ മഹാനവറുകൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഭാര്യയും കൂടി കിടക്കുന്ന രൂപം വിവരിച്ചു തന്നിട്ടുണ്ട്. ഒരൊറ്റ തലയണിയാണ്. പഴയകാലത്ത് അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. കല്യാണത്തിന്റെ മുമ്പ് 2 പേർക്കും കിടക്കാൻ പറ്റുന്ന ഒരു തലയണി നിർമ്മിക്കാൻ വേണ്ടി തലയണി ഉണ്ടാക്കുന്ന ആൾക്കാരോട് പറഞ്ഞിരുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരൊറ്റ തലയണിന്റെ മേലിൽ 2 പേരും കിടക്കുന്ന സമ്പ്രദായമായിരുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ കിടന്നിരുന്നിടത്ത് ഒരാള് പോവുകയാണ്. ഗൾഫിലേക്ക് പോവുകയല്ല, മദ്രാസിലേക്ക് പോവുകയല്ല, ബോംബെയിലേക്ക് പോവുകയല്ല, മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയില്ല. ഇനി തിരിച്ചു വരൂല. തിരിച്ചു വരാത്ത രൂപത്തിലുള്ള പോക്കാ. ഇന്നലെ വരെ ഒന്നിച്ചു കിടന്നിരുന്ന ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മറ്റൊരാളെ തനിച്ചാക്കി, ഒറ്റക്കാക്കി പോകുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മയ്യിത്ത് അവസാനമായി ആ മയ്യിത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ വീട്ടിലേക്ക് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലും. വീട്ടിലേക്ക് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലും. നമുക്ക് കേൾക്കാൻ കഴിയില്ലെന്ന് മാത്രം. അവസാനത്തെ ഒരിറക്കം ഞാനും നിങ്ങളും വീട്ടിൽ നിന്നിറങ്ങും. ആ സമയത്ത് കരയുന്ന ആളുകൾ ഉണ്ടാകും. യുനാദൂന ഖൽഫൻ നഅ്ശി മല്ലാ യുജീബുഹും ഫഖദ് കുന്തു ഫിദ്ദുനിയാ സരീഅൽ ഇജാബതി. മയ്യിത്ത് കട്ടിലിന്റെ പിന്നിൽ നടന്ന് പുറകിൽ നടന്നുകൊണ്ടിട്ട് ഉമ്മ എന്ന് വിളിച്ച് കരയുന്ന മക്കള്, അതേപോലെ തന്നെ ബാപ്പ എന്ന് വിളിച്ച് കഴിയുന്ന മക്കള്, ആ കരച്ചിലും വിളിയും ഒക്കെ മയ്യിത്ത് കേൾക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവനും കേൾക്കാൻ അവർക്ക് സാധിക്കും.
എനിക്ക് കേൾക്കാൻ, നിങ്ങൾക്ക് കേൾക്കാം, പക്ഷേ മറുപടി പറയാൻ കഴിയില്ല. ഇടയ്ക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രിയപ്പെട്ടവരെ, ആ ഒരു യാത്രക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ആരും പറഞ്ഞാൽ കേൾക്കാത്ത ഒരവസ്ഥ ഇന്ന് മഹല്ലത്തിലൊക്കെ സംജാതമായിട്ടുണ്ട്. പറയേണ്ട ആൾക്കാർ പറയും ചെയ്യുന്നില്ല, നീ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യുന്നില്ല. സാധാരണക്കാരായ ആൾക്കാർ അവർ തെറ്റുകളും കുറ്റങ്ങളും ഇങ്ങനെ ചെയ്തിങ്ങനെ കൂട്ടുകയാണ്. ഇവിടെ ഈ മഹല്ലത്തുകാരായ ആൾക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മയ്യത്തിന്റെ പേരിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കുമ്പോ ഇവിടുത്തെ ആയത്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ വന്നപ്പോ ചോദിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. പലയിടത്തും കാണുന്നുണ്ട്, മയ്യത്തറക്ക് കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കും. സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നോ അത് ഹറാമാണ്, കുറ്റകരമാണെന്നോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. ഒരു നിസ്കരിച്ചാൽ അത് സുന്നത്തിന്റെ കൂലി കിട്ടും, അതിന് കൂലി കിട്ടായൊന്നുമില്ല. പക്ഷേ ഉമ്മമാരോട്, കാരണവന്മാരോട് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. 3 വലിയ അബദ്ധങ്ങൾ, അപകടങ്ങൾ അവിടെ വരുന്നുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. പ്രത്യേകിച്ച് ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ, സ്ത്രീകളൊക്കെ ഉണ്ടല്ലേ, അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. ആ സമയത്ത് മയ്യത്തെടുക്കുന്ന സമയത്തൊന്നും പറയാൻ പറ്റൂല. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവിടെ അതിനെ എതിർക്കാൻ ആളുണ്ടാകും, എല്ലാത്തിനും ആളുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം, ഒന്ന്, സ്ത്രീയുടെ ഔറത്ത്, ആ ഔറത്ത് മറക്കാതെ സ്ത്രീ നിസ്കരിച്ചാൽ ഹറാമാണെന്ന് ആർക്കും അറിയാത്തത്. സ്ത്രീ എന്നല്ല, പുരുഷനും ആരായിരുന്നാലും ഔറത്ത് മറക്കാതെ നിസ്കരിച്ചാൽ, മയ്യത്ത് നിസ്കരിച്ചാൽ അത് ഹറാമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഏത് നിസ്കാരവും ഔറത്ത് മറക്കാതെ നിസ്കരിക്കാൻ പറ്റൂലല്ലോ, ഹറാമല്ലേ. നിസ്കാരത്തിന്റെ ഷർത്തുകൾ കൂട്ടത്തിൽപ്പെട്ടതല്ലേ ഔറത്ത് മറക്കൽ. ഷർത്തില്ലാതെ നിസ്കരിക്കാൻ പറ്റൂലല്ലോ. നമുക്കറിയാം, സ്ത്രീയുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ളത് നിസ്കാരത്തിൽ ഔറത്താണ്. മുഖവും മുൻകൈയും ഒഴികെയുള്ള നിസ്കാരത്തിൽ ഔറത്താണെന്ന് പറഞ്ഞാൽ അതെല്ലാം അവൾ മറച്ചിരിക്കണം. ഇനി മുൻകൈ മറച്ചു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. മുഖം മറച്ചു, നെറ്റിത്തടം ഒഴിവാക്കി മുഖം മറച്ചു എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല. പക്ഷേ മുഖവും മുൻകൈയും ഒഴികെയുള്ള മുഴുവൻ സ്ഥലങ്ങളും അവൾ മറച്ചിരിക്കണം. സഹോദരങ്ങളെ, മരിച്ച വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒരു പെണ്ണും നിസ്കാരക്കുപ്പായുമായി ചെല്ലാറില്ല. മരിച്ച വീട്ടിലേക്ക് ഒരൊറ്റ പെണ്ണും ചെല്ലുമ്പോ നിസ്കാരക്കുപ്പായുമായിട്ട് ചെല്ലാറില്ല. അതിനാർക്കും കഴിയാറുമില്ല, ആരും അത് ശ്രദ്ധിക്കാറുമില്ല. പിന്നെ അവിടെ ഏത് രൂപത്തിലാണോ അവൾ ചെന്നതെങ്കിൽ ആ രൂപത്തിൽ ഈ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുകയാണ്. അവിടെ 3 അപകടങ്ങൾ ഞാൻ വിവരിക്കട്ടെ. ഒന്ന്, പെണ്ണിന്റെ മുഖമെന്ന് പറഞ്ഞാൽ പെണ്ണിന്റേതായിരുന്നാലും ആണിന്റേതായിരുന്നാലും മുഖത്തിന്റെ പരിധി ഏതാ? മുടി മുളക്കുന്ന സ്ഥലം മുതൽക്ക് താടിയെല്ലിന്റെ അറ്റം വരേക്കുമാണ് നീളത്തിൽ മുഖത്തിന്റെ അതിർത്തി. വീതിയിൽ മുഖത്തിന്റെ അതിർത്തി 2 ചെവിക്കുന്നികൾക്ക് ഇടയിലുള്ള സ്ഥലമാണ്. 2 ചെവിക്കുന്നികൾക്ക് ഇടയിലുള്ള സ്ഥലമാണ് വീതിയിൽ മുഖത്തിന്റെ അതിർത്തി. അപ്പോൾ ഈ ചങ്ക് ഭാഗം, അതേപോലെ തന്നെ 2 താടിയെല്ല് ഒരുമിച്ച് കൂടുന്ന ഈ ഭാഗത്തിന്റെ താഴ്ഭാഗത്തുള്ളതെല്ലാം അത് ഔറത്താണ്, മറച്ചിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഉമ്മമാർ നിസ്കരിക്കുന്ന അവസരത്തിൽ അവർ മൊക്കനയിടുമ്പോ ആ മൊക്കന ഒരിക്കലും ചങ്കിൽ കുത്തിയാൽ ഔറത്ത് മറയില്ല. ആ മൊക്കന കുത്തേണ്ടത് താടിയെല്ലിന്റെ ഈ 2 താടിയെല്ലും കൂടി ഒരുമിച്ച് കൂടുന്ന ആ ജോയിന്റിലാണ്, അവിടെയാണ് ആ മൊക്കന കുത്തേണ്ടത്. ആ മൊക്കന കുറച്ചുകൂടി കീഴ്പോട്ടേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ ഔറത്താണ്. ആ ഔറത്ത് ഒളിവായാൽ നിസ്കാരം ബാത്തിലായി പോകും. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ചങ്കില് മക്കന കുത്തിയിട്ടല്ലേ മയ്യത്ത് നിസ്കരിക്കുന്നത്. അധിക പേരും ചങ്കില് മക്കന കുത്തിയിട്ടാണ് മയ്യത്ത് നിസ്കരിക്കുന്നത്. ഇങ്ങനെ ചങ്കില് മക്കന കുത്തിയാൽ ഔറത്ത് പൂർണ്ണമായും മറച്ചവളാകൂല. ഔറത്ത് മറക്കാതെ മയ്യത്ത് നിസ്കരിച്ചാൽ അത് ഹറാമാണ് എന്നതിൽ മുസ്ലിം പണ്ഡിതന്മാർ എല്ലാവരും ഇത്തിഫാഖാണ്, ഏകോപിച്ചതാണ്. ഔറത്ത് മറക്കാതെ മയ്യത്ത് നിസ്കരിച്ചാൽ അത് ഹറാമാണ്. ആ നിസ്കാരം സഹീഹല്ല. നമ്മുടെ ഉമ്മ പുറത്തേക്ക് പോകുമ്പോ, അവസാനമായി ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ഹറാം ഉമ്മയെ മുൻനിർത്തിയിട്ട് ഉമ്മയുടെ ജനാസ വെച്ചിട്ട് ഈ ഹറാം ചെയ്യിച്ചിട്ടാണോ ഉമ്മനെ പറഞ്ഞയക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി.
അവിടെ കൂടുതൽ വാദ് പറയേണ്ടതില്ല, ആയത്തോതേണ്ടതില്ല, ഹദീസ് ഓതേണ്ടതില്ല. നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്റെ ഉമ്മ അവസാനമായി പോകുമ്പോ 10-25 ആൾക്കാരെ ഹറാമ് ചെയ്തിട്ടാണ് ഉമ്മനെ കൊണ്ടുപോകേണ്ടത്. യാസീൻ ഓതിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം ഇങ്ങനെ ഒരു 10-25 പെണ്ണുങ്ങൾ നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്നതിൽ 25 പേരും മക്കനെ നല്ലപോലെ കുത്തിയിട്ടുണ്ട്. ഒരുത്തി മക്കനെ ചങ്കിൽ കുത്തിയാൽ ആ നിസ്കാരം ഹറാമായില്ലേ? ആരൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് വന്നതെന്ന് അറിയാൻ സാധിക്കോ? ഒന്നത്. രണ്ടാമത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, രണ്ടാമതായി ഉമ്മമാരാലോചിക്കണം. ആരും നിസ്കാരക്കുപ്പായമായിട്ട് മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി പോകാറില്ല. അവൾ അണിഞ്ഞിരിക്കുന്ന പർദ, ആ പർദയുടെ കൈ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ കൈ കീഴ്പോട്ട് ഇറങ്ങും. മണിബന്ധം വരേക്കുമാണ് അവൾ മറക്കേണ്ടത്. മുൻകൈയിന്റെ പരിധി മണിബന്ധം വരേക്കുമാണ്. പ്രിയപ്പെട്ടവരെ, ഏത് പർദയാണെങ്കിലും മിക്ക പർദന്റെയും അവസ്ഥ കൈയിന്റെ ഭാഗം ലൂസ് ഉണ്ടാകും. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഇങ്ങോട്ട് പൊന്തിക്കുമ്പോ ഈ പർദന്റെ കൈ കീഴ്പോട്ട് കറങ്ങും. കീഴ്പോട്ട് കറങ്ങിക്കഴിഞ്ഞാൽ മണിബന്ധത്തിന്റെ താഴോട്ട് കൈ ഇറങ്ങിക്കഴിഞ്ഞാൽ ഔറത്ത് ഒളിവായി, നിസ്കാരം ബാത്തിലാ. അതിനാണ് പഴയകാലത്ത് ഉമ്മമാർ നിസ്കാര കുപ്പായം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന്റെ കയ്യിലേക്ക് ഒരു തുള തുളക്കും. എന്നിട്ട് ആ തുളയിലാണ് കയ്യിന്റെ തള്ളവരലിടാറുള്ളത്, ആ തുളയിലാണ് ഇടുക. അല്ലെങ്കിൽ കയ്യിന്റെ ആ കുഫായ കയ്യിന്റെ കഫിന്റെ ഭാഗത്ത് ഒരു പ്രത്യേകമായ സംവിധാനം ചെയ്തിട്ട് തള്ളവരല് അതിലിടാൻ വേണ്ടി ശ്രമിക്കും. എന്തിനാണത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവസ്ഥയിലും മറ്റ് കൈ ഉയർത്തേണ്ട സന്ദർഭങ്ങളിലൊക്കെ കൈ ഉയർത്തുമ്പോ ഈ കുപ്പായത്തിന്റെ കൈ അത് കീഴ്പോട്ടേക്ക് ഇറങ്ങിപ്പോയാൽ ഔറത്ത് ഒളിവായി പോകും. ഔറത്ത് ഒളിവായാൽ നിസ്കാരം സഹിഹാകില്ല. വലിയ അപകടമാണ് ഇവിടെ നടക്കുന്നത്. ഇത് രണ്ടാമത്തെ വിഷയമാണ്. മൂന്നാമത് ഉമ്മമാരോട്, സഹോദരിമാരോട്, രക്ഷിതാക്കന്മാരോട് ഞാൻ പറയുന്നു, പെണ്ണിന്റെ ഔറത്ത്, മുഖവും മുൻകൈയും ഒഴികെയുള്ളതൊക്കെ ഔറത്താണ്. അതിൽപ്പെട്ടതാണ് കാലിന്റെ പൊറാടി. കാലിന്റെ പൊറാടി അതിൽപ്പെട്ടതാണ്. ആ കാലിന്റെ മേൽഭാഗം അതിന്റെ ദഹ്ർ, അതിന്റെ പുറം ഭാഗം നമ്മൾ പഴയകാലത്ത് പൊറാടി എന്ന് പറയും. മലപ്പുറം ജില്ലയിൽ എങ്ങനെയാ പറയാറുള്ളത്? അതുകൊണ്ടാണ് ഞാൻ പച്ച മലയാളത്തിൽ അങ്ങനെ പറഞ്ഞത്. ഇതിന്റെ പുറംഭാഗം അതിന്റെ ദഹ്ർ. ആ പുറം ഭാഗം ചുരിദാറിട്ട പെണ്ണ് മറക്കൂലല്ലോ, അത് ഉറപ്പല്ലേ, മറക്കാൻ കഴിയില്ലല്ലോ. ഇനി പർദ ധരിച്ച പെണ്ണാണെങ്കിലും ശരി, മറക്കാൻ സാധ്യത കുറവാണ്. നിസ്കാര കുപ്പായാണെങ്കിലോ അതൊക്കെ മറക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ല നീളമുണ്ടാകും. നല്ല നീളമുള്ള നിസ്കാര കുപ്പായമായിരിക്കും. എന്നാൽ മയ്യിത്ത് നിസ്കരിക്കുന്ന ഘട്ടത്തിൽ, മരിച്ച വീട്ടിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കൂല. ഈ 100 പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നു, അതിൽ ഒരു പെണ്ണ് ചുരിദാർ എടുത്ത് നിസ്കരിച്ചാൽ നമുക്ക് തടുക്കാൻ കഴിയോ? പല സ്ത്രീകളും അവിടെ ഉണ്ടാവൂലേ? ഒരൊറ്റ പെണ്ണെങ്കിലും ചുരിദാർ എടുത്ത് നിസ്കരിച്ചാൽ അവരുടെ കാലിന്റെ പൊറാടി മറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഹറാമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഔറത്ത് ഒളിവാക്കിക്കൊണ്ട് ഉമ്മാന്റെ മയ്യിത്ത് വെച്ചിട്ട് ഹറാമ് കളിച്ചിട്ടാണോ ഉമ്മാന്റെ മയ്യിത്ത് ഇറക്കേണ്ടത്? ബാപ്പാന്റെ മയ്യിത്ത് ഇറക്കേണ്ടത് ഈ ഹറാമ് കളിച്ചിട്ടാണോ? 3 വലിയ അപകടങ്ങളാണ് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പഴയകാലം മുതൽക്കേ നല്ല സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ, ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള പണ്ഡിതന്മാർ അത് പ്രോത്സാഹിപ്പിക്കാതെ നിരുത്സാഹപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ടാണ് വലിയ അപകടങ്ങൾ അതിൽ കടന്നു വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇടയ്ക്ക് വെച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഏതായിരുന്നാലും ശരി, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയിട്ട് ഈ കാണുന്ന വാതിലിലൂടെയോ മറ്റു വാതിലിലൂടെയോ വഖദ്ദമൂനി ഇലൽ മിഹ്റാബി വൻസറഫൂ ഖൽഫൽ ഇമാമി ഫസല്ല ثم വദ്ദഅനി. ആ മയ്യിത്ത് കെട്ടിൽ ചുമന്ന ആൾക്കാർ അവിടെ മെഹ്റാബിന്റെ മുന്നിലൂടെ കൊണ്ടുപോയിട്ട് വൻസറഫൂ, അവരവിടെ നിന്ന് പിരിഞ്ഞു പോരും. എന്നിട്ട് ഖൽഫൽ ഇമാം, ഇമാമിന്റെ പിന്നിൽ അവർ വന്ന് നിൽക്കും. ആരാണെന്ന് അറിഞ്ഞുകൂടാ, ഏത് നാട്ടുകാരാണെന്ന് അറിഞ്ഞുകൂടാ. സല്ലു അലയ്യ സ്വലാത്തൻ ലാ റുകൂഅ ലഹാ വലാ സുജൂദ ലഅല്ലാഹ യർഹമുനി. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആലോചിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? റുകൂഉം സുജൂദും ഇല്ലാത്തൊരു നിസ്കാരം,
അങ്ങനെ ഒരു നിസ്കാരം മയ്യിത്ത് നിസ്കാരം അല്ലാതെ വേറെ ഏത് നിസ്കാരമാണുള്ളത്? ആ നിസ്കാരത്തിന് റുകൂഇല്ല, സുജൂദില്ല, അങ്ങനത്തെ ഒരു നിസ്കാരം. എന്തേ കാരണം? ആ നിസ്കാരത്തിന് വജ്ഹത്തുമില്ല, വജ്ഹത്ത് ഓതേണ്ടതില്ല. എന്തേ കാരണം? വേഗം കൊണ്ടുപോകണം, വേഗം നിസ്കരിക്കണം. കൂടുതൽ സമയം വെയിറ്റ് ചെയ്തുകൂടാ. ആർക്കെങ്കിലും വേണ്ടി കൂടുതൽ സമയം മയ്യത്തിനെ എടുത്തു വെക്കരുത്. അത് നമ്മളോട് വിരോധിക്കപ്പെട്ട കാര്യമാണ്. പെട്ടെന്ന് തന്നെ മറവ് ചെയ്യണം, എല്ലാം പെട്ടെന്ന് നടത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സല്ലു അലയ്യ, അവർ എന്റെ മേൽ നിസ്കരിക്കുന്നു. സലാത്തല്ല റുക്കൂ അലഹ വലാ സുജൂദ, റുക്കൂഉം സുജൂദില്ലാത്ത നിസ്കാരം പെട്ടെന്ന് കഴിയാൻ. അവിടെയും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആണാണെങ്കിൽ, ആണിന്റെ മയ്യത്താണെങ്കിൽ അവന്റെ തലഭാഗത്ത് ഇമാമ് നിൽക്കുന്നു, പെണ്ണിന്റെ മയ്യത്താണെങ്കിൽ ചന്തി ഭാഗത്ത് നിൽക്കുന്നു. എന്തേ? നമുക്ക് എല്ലായിടത്തും വിവേചനം. മരിച്ചാലും ഇറ്റിങ്ങൾ ഇങ്ങനെ കണ്ടില്ല, എല്ലായിടത്തും വിവേചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയെയും പുരുഷനെയും അങ്ങനെ സൃഷ്ടിച്ചതിന് നമ്മളെന്താ ചെയ്യാ? ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കാർക്കും ഒരു കുട്ടിനെ പ്രസവിക്കാൻ ആണുങ്ങളായ ആൾക്കാർക്കൊന്നും നമുക്ക് പൂതില്ലായിട്ടില്ല. അല്ലാഹു അതിനുള്ള അവസരം തന്നില്ല. അല്ലാഹു അവസരം നൽകിയത് ഉമ്മമാർക്കാണ് നൽകിയത്. നമ്മുടെ കാലിന്റെ ചുവട്ടിൽ സ്വർഗം എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല, ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞത്. ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ്. ഇതിലും വലുതെന്താ ഉമ്മമാരെ നിങ്ങൾക്ക് കിട്ടാൻ? ഞങ്ങൾ ഇനി എത്ര അധ്വാനിച്ചാലും ശരി, എന്ത് ചെയ്താലും ശരി, ബാപ്പാന്റെ കാലിന്റെ ചോട്ടിലിരുന്നോ, ഭർത്താവ് അതേപോലെ തന്നെ സഹോദരന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞില്ല, ഉമ്മയുടെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം. ഞാൻ ക്ലാസ് എടുക്കുമ്പോ സഹോദരിമാരോട് പറയാറുണ്ട്, ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ പറയാറുണ്ട്, സഹോദരിമാരെ, ഭർത്താവിനെയും ഉമ്മയെയും കൂടി തെറ്റിക്കരുത് കേട്ടോ. അത് വലിയ അപകടമാണ്. ചില പെണ്ണുങ്ങൾക്ക് അവരുടെ ചിലതൊക്കെ നടക്കാൻ വേണ്ടി, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭർത്താവിനെ പാട്ടിലാക്കുന്നതിന്റെ സ്വഭാവങ്ങളും അറിയാതെ ഭർത്താക്കന്മാരിൽ പൊട്ടുപോവുകയും ചെയ്യും. ചെറുപ്പക്കാരെ, വലിയ അപകടമാണത്. പെണ്ണുങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്, അവർക്ക് അത്രമാത്രം ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. ഭർത്താവിനെയും ഭർത്താവിനെ പെറ്റ ഉമ്മയെയും കൂടി തെറ്റിപ്പിക്കരുത് കേട്ടോ. എന്തേ കാരണം? ഉമ്മാന്റെ ഗുരുത്വം പൊരുത്തില്ലാത്ത ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിന്റെ ദുനിയാവും പോയി, ആഖിറും പോയി. ഉമ്മാന്റെ ഗുരുത്വം പൊരുത്തില്ലാത്ത ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിന്റെ ദുനിയാവും പോയി, ആഖിറും പോയി. ദുനിയാവും ആഖിറും നഷ്ടപ്പെട്ടൊരു ഭർത്താവിന്റെ ഭാര്യയായി പിന്നെ നീ ജീവിക്കേണ്ടി വരും. ആ ഭർത്താവാകും നിന്റെ കുട്ടികളുടെ ഉപ്പയെന്ന് നീ ഓർക്കണം. പിന്നെ നിന്റെ കുടുംബം നശിച്ചു പോയില്ലേ? അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ഒരു പെണ്ണൊരുത്തി ഒരിക്കലും അത് ചെയ്യില്ല. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. ഉമ്മയെ വേദനിപ്പിച്ചവനാരോ? പടച്ചോനെ, എന്റെ മോൻ അങ്ങനെ ചെയ്തല്ലോ, പടച്ചോനെ, എന്റെ മോൻ അങ്ങനെ ചെയ്തല്ലോ. ഇന്നലെ വരെ എന്റെ പൊന്നുമോൻ എന്നോട് അനുസരണക്കേട് കാണിച്ചിരുന്നില്ല. ഇന്നലെ വരെ അവൻ ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോ ഉമ്മ എന്ന് വിളിച്ചിരുന്നപ്പോ ഇന്ന് അവൻ ആ വിളിക്കുന്ന സ്ഥാനത്ത് മറ്റൊരാളെയാണ് വിളിക്കുന്നത്. ഇന്നലെ വരെ എനിക്കായിരുന്നു കാശയച്ചിരുന്നത്, ഇന്ന് മാറിപ്പോയിരിക്കുന്നു. ഇന്നലെ വരെ എന്നോടായിരുന്നു കൂടുതൽ സംസാരിക്കാൻ അവനക്ക് താല്പര്യം, ഇന്ന് മാറിപ്പോയിരിക്കുന്നു. പടച്ചോനെ, അവൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് ഉമ്മാക്ക് തോന്നുന്ന ഒരു സെക്കൻഡ് പോലും അനുജന്മാരെ ഉണ്ടായിക്കൂടാ. ഗൾഫിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ വരുമ്പോ ഉമ്മ തറവാട്ടിലാണ്, നിന്റെ വീട് കുറച്ചപ്പുറത്താണ്. ഉമ്മന്റെ അടുത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ ഉമ്മനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉമ്മയെ കാണുമ്പോ ഉമ്മന്റെ കൈ പിടിച്ചും ആ കൈ ചുംബിച്ചിട്ട് ആ നെറ്റിത്തരത്തിൽ ചുംബിച്ചിട്ട് ആ തലയിലൊരു മുത്തം കൊടുത്തിട്ട്, റബ്ബേ, ഈ ഉമ്മയില്ലായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാകുമായിരുന്നോ? ഈ ഉമ്മയാണ് എനിക്ക് പാല് തന്നത്, ഈ ഉമ്മയാണ് എന്റെ മൂക്ക് പിടിച്ചു തന്നത്, ഈ ഉമ്മയാണ് എന്റെ മൂത്രം വൃത്തിയാക്കി തന്നത്, ഈ ഉമ്മയാണ് എന്റെ കാട്ടം വൃത്തിയാക്കി തന്നത്. പതിരാ സമയത്ത് പനി പിടിച്ച് ഞാൻ വിറവിറച്ച് കിടക്കുന്ന അവസരത്തിൽ എന്നെ മാറോട് ചേർത്തി പിടിച്ച് ആ ഉമ്മയുടെ ചൂട് കൊണ്ട് എന്റെ പനി കുറഞ്ഞു പോയില്ലേ? ആ ഉമ്മ
എന്റെ ശരീരത്തിൽ നല്ല കട്ടിയുള്ള ടർക്കി ഇട്ടിട്ട് മോനെ മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് താരാട്ട് പാട്ടി ഉറക്കി തന്ന ഉമ്മയാ. എന്റെ ഭാര്യ ഹൂറിലീനായിരുന്നാലും ശരി, ലോകസുന്ദരിയായിരുന്നാലും ശരി, ഉമ്മാന്റെ അടുത്തേക്ക് വെക്കാൻ അവിടെ പറ്റില്ല. നോക്ക് നിങ്ങള്, ഒരു ദിവസം മൂത്രം വൃത്തിയാക്കിയാൽ രണ്ടാമത്തെ ദിവസം ഭാര്യയ്ക്ക് വെറുപ്പാകും. ഉമ്മക്ക് അങ്ങനെയല്ല. ഉമ്മ എത്രയാണ് കയ്യിലെടുത്തത് എന്നിട്ട് ഉമ്മക്ക് വെറുപ്പുണ്ടായോ? എത്ര ദിവസമാണ് ഈ ഉമ്മ ഉറക്കമൊഴിച്ചത് നമുക്ക് വേണ്ടി? എത്ര ദിവസമാണ് ഉറക്കമൊഴിച്ചത്? സുബ്ഹാനല്ലാഹ്, ആ ഉമ്മാക്കത് തസ്ബീഹായിട്ടാണ് തോന്നിയത്. 2 മണി സമയത്ത് എല്ലാവരും ഉറങ്ങി എഴുന്നേൽക്കുമ്പോ, എല്ലാവരും ഉറങ്ങുമ്പോ, ശക്തമായ തണുപ്പുള്ള രാത്രികളിൽ പോലും ഉമ്മ എഴുന്നേറ്റ് മോന് വേണ്ടി ഉമ്മ പരിചരണം നടത്തിയെങ്കിൽ, മകൾക്ക് വേണ്ടി പരിചരണം നടത്തിയെങ്കിൽ, ചെറുപ്പക്കാരികളെ, അനുജത്തിമാരെ, ഈ ഉമ്മയെയും മകനെയും തെറ്റിപ്പിക്കല്ല. അവൻ നശിച്ചു പോകും, ദുനിയാവും ആഖിറവും നശിച്ചു പോകും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുരുത്തമില്ലാത്ത മകനായി പോകും, കുരുത്തമില്ലാത്തവനാവും നിന്റെ ഭർത്താവ് എന്ന് ഓർക്കണം. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്തുകൂടാ. ഉമ്മന്റെ കുരുത്തം പൊരുത്തം കിട്ടിയ ഒരുത്തം പിന്നെ പരാജയപ്പെടൂല. ഉമ്മന്റെ കുരുത്തം പൊരുത്തം കിട്ടിയാൽ പിന്നെ പരാജയപ്പെടൂല. എവിടെ പോയാലും മോൻ രക്ഷപ്പെടും, എവിടെ നിന്നും മോൻ കഴിച്ചിലാകും. നേരെ മറിച്ച് ഉമ്മന്റെ ഒരു ചെറുത് പറ്റിയാൽ, ബാപ്പന്റെ ഒരു ചെറുത് പറ്റിയാൽ, പിന്നെ ദുനിയാവുല്ല ആഖിറവുല്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇടക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഏത് അവസരത്തിലും വൽമൗതു അദ്നാ മിൻ ശിറാകിൻ അലിഹി, ചെറുപ്പിന്റെ മാറ് അവന്റെ കാലിനോട് എത്രമാത്രം അടുത്തു കിടക്കുന്നോ അതുപോലെ മരണം അടുത്തു കിടക്കുകയാണെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ മെഹ്റാബിന്റെ മുന്നിൽ നമ്മുടെ മയ്യത്ത് എത്തിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോയിട്ട് പെട്ടെന്ന് തന്നെ നിസ്കാരം നിർവഹിക്കുമ്പോ പുരുഷന്റെ മയ്യത്തിന്റെ തലഭാഗത്ത് ഇമാമു നിൽക്കുന്നു, സ്ത്രീയുടെ മയ്യത്തിന്റെ ചന്തിഭാഗത്ത് നിൽക്കുന്നു. ഉമ്മമാരെ, അനുജത്തിമാരെ, ഇങ്ങനെ ആണ് സുന്നത്തുള്ളത്. അങ്ങനെ നിൽക്കലാണ് സുന്നത്തുള്ളത്. അങ്ങനെ നിന്നില്ലെങ്കിലും നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ലെങ്കിലും സുന്നത്ത് അങ്ങനെയാണ്. എന്തേ ഇങ്ങനെ ഒരു വിവേചനം? ഇതിന്റെ കാരണം എന്താ? ഇവിടെ ഉലമാക്കൾ പറഞ്ഞു, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു പ്രായമുള്ള ആള്, ഇപ്പോഴും അയാൾ ഹയാത്തിലുണ്ട്, ദീനീ രംഗത്തൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹം എന്റെ നാട്ടിൽ മുഅല്ലിമായിരുന്നു, മദ്രസയിലെ ഉസ്താദായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ കണ്ടപ്പോ പറഞ്ഞു, ഞാൻ ഒരിക്കല് നിങ്ങളെ വാപ്പാന്റെ അടുത്ത് വന്നപ്പോ ഞാൻ വാപ്പാനോട് ചോദിച്ചു, പെണ്ണുങ്ങളെ മയ്യത്ത് ഇമാമ് നിൽക്കുമ്പോ ഇമാമ് ചന്തി ഭാഗത്ത് നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറയാം, പഴയ കാലത്തുള്ള ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണ്. അവര് ആലിമീങ്ങളുടെ അടുത്ത് പോകും, സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും. ആലിമീങ്ങളോട് നല്ല സ്നേഹം ഉണ്ടാകും, നല്ലപോലെ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. ആലിമീങ്ങൾക്ക് അവർ പള്ളിയിൽ 24 മണിക്കൂറും പള്ളിയിലാകുമ്പോ അവർക്ക് പലപ്പോഴും പലതിനും കഴിയില്ല. എപ്പോഴും ദർസ് നടത്തൽ തന്നെയായിരിക്കും. എപ്പോഴും കിതാബ് നോക്കലാകുമ്പോൾ അവർക്ക് പിന്നെ വേറൊന്നിനും കഴിയില്ല. അതുകൊണ്ട് അവരൊക്കെ അളവറ്റ് സ്നേഹിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന നല്ല നല്ല മനുഷ്യന്മാരെ എക്കാലത്തും ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഇദ്ദേഹം വന്നിട്ട് വാപ്പാട് ചോദിച്ചു, അതെന്താ കാരണം? അപ്പൊ കുറച്ചു നേരം തലങ്ങനെ താഴ്ത്തിയിട്ട് പറഞ്ഞു, അത് കാരണം പെണ്ണിന്റെ ആ ചന്തി ഭാഗം അവിടെ നിസ്കരിക്കുന്ന ആരും കാണാതിരിക്കാനാണ്. ആ ചന്തി ഭാഗത്ത് ഇമാം അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ചന്തിക്ക് മറവായി. അപ്പൊ പിന്നെ പുറകെ ആരും കാണാതിരിക്കാനാണ്. നിങ്ങൾ വിചാരിക്കും, മുത്ത് റസൂലുള്ളാഹിന്റെ മദഹിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സിൽ ഉസ്താദ് എങ്ങനൊക്കെ പറയണം? ഇതൊക്കെ തന്നെയാണ് മദഹ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ചില വിഷയങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടപ്പങ്ങളൊക്കെ വന്ന് നല്ല നല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളെ കിട്ടുമ്പോഴേ ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതല്ലാതെ മറ്റൊരു സന്ദർഭത്തിൽ ഇത് പറഞ്ഞുതരാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തേ ഇതിന് കാരണം? മഹാന്മാരായ ഫുഖഹാക്കൾ കിതാബിൽ പറഞ്ഞൊരു കാരണമാണത്. അവൾക്കുള്ള ചന്തി മറയണം. അപ്പൊ ഇമാം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പിന്നിൽ എത്ര ആൾക്കാരെന്നാലും ഓലാരുമായി ചന്തി കാണൂല. പഴയ കാലത്ത് മയ്യത്ത് കെട്ടിൽ ഉണ്ടായിരുന്നത് മയ്യത്തിനെ കാണാൻ പറ്റുന്ന രൂപത്തില്
നിങ്ങൾക്ക് അറിയോന്നറിയില്ല, പഴയ കാലത്ത് മരത്തിന്റെ പട്ടിക പോലത്തെ സാധനങ്ങളെ കൊണ്ടാണ് മയ്യത്ത് കട്ടിൽ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ മയ്യത്തിന് അതിൽ കിടത്തിയാൽ പിന്നെ അതിന് മൂടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്താണ് ചൂരൽ കട്ടിലും അതേപോലെ തന്നെ അലുമിനിയം കട്ടിലും ഒക്കെ പിൽക്കാലത്താ വന്നത്. അപ്പൊ പിന്നെ അതിന് മൂടി ഉണ്ടോന്നും കാണൂല. പഴയ കാലത്ത് അങ്ങനെയല്ല, തുറസായിട്ടാണ് ഉണ്ടാവുക. ആ കട്ടിൽ തുറസായിട്ടുണ്ടാവുക. അപ്പൊ കട്ടിലിൽ കിടത്തി കഴിഞ്ഞാൽ മയ്യത്തിന് പുറത്തേക്ക് കാണും. ഇപ്പൊ അടുത്താണ് അതിലൊക്കെ വ്യത്യാസം വന്നത്. ആ മയ്യത്ത് കെട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, തുറസായി കിടക്കുന്ന മയ്യത്ത് കെട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ കിടത്തിയാൽ ഈ പെണ്ണിന്റെ ചന്തി ഭാഗം അവിടെ തടിച്ചുകൂടിയ പുരുഷന്മാരാരും കാണരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇമാം അവിടെ നിന്ന് കഴിഞ്ഞാൽ മറവായല്ലോ. അപ്പൊ ഇയാൾ ചോദിക്കാണ്, ഇമാമ് കാണൂലേ? അയാൾ ബുദ്ധിയുള്ള ആളാ, ഇമാമ് കാണൂലേ? അപ്പൊ വാപ്പാന്റെ മറുപടി, ഇമാം ഒരു നല്ല മനുഷ്യനല്ലേ ആവുള്ളൂ. ഒന്നിരിക്കൽ പള്ളിക്കത്ത് ഇമാമായിരിക്കും, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നല്ലൊരു മനുഷ്യൻ. അയാൾക്ക് പിന്നെ വേണ്ടാത്ത ചിന്താഗതിയൊക്കെ ഉണ്ടാവുമല്ലോ, കുറവാവുമല്ലോ. അങ്ങനത്തെ ഒരു നല്ല മനുഷ്യനാവുമല്ലോ. അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ അമ്മ, അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ മകൻ, ഭർത്താവ്, സഹോദരന്മാര്, അങ്ങനൊക്കെ ബന്ധപ്പെട്ട ആളുകളല്ലേ ആവുള്ളൂ. ഇമാം അങ്ങനല്ലേ ആവുള്ളൂ, മറ്റൊരങ്ങനല്ലല്ലോ. അപ്പൊ മരിച്ചതിന് ശേഷം പെണ്ണിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇമാമ് വരെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ, പെണ്ണിനെ ആകർഷിക്കപ്പെടുന്ന, സ്ത്രീയെ ആകർഷിക്കപ്പെടുന്ന ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങളൊക്കെ പുരുഷന്മാരിൽ നിന്ന് അവൾ മറച്ചു വെക്കണം, പുരുഷന്മാരിൽ നിന്ന് മറച്ചു വെക്കണം. സുബ്ഹാന ജല്ല ജലാലു. ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന പാന്റ് ആ ഭാഗം നന്നായിട്ട് കാണാൻ പറ്റുന്ന ഭാഗം. അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉമ്മമാരും രക്ഷിതാക്കന്മാരും ചെയ്തു കൊടുക്കുകയാണ്. മരിച്ചാൽ വരെ ആ ഭാഗം കാണരുതെന്ന് വിചാരിച്ചിട്ട് ഇമാമിനെ അവിടെ കൊണ്ടുപോയിട്ട് ഇസ്ലാം നിർത്തുന്നു. ഇമാമിനെ അവിടെ കൊണ്ടുപോയിട്ട് നിർത്തുന്നു. ബാക്കിയുള്ള ആൾക്കാരൊന്നും മരിച്ചു കഴിഞ്ഞാലും ആ ഭാഗം കാണരുതെന്ന് വിചാരിച്ചിട്ട്. നമ്മളാണെങ്കിൽ കുട്ടി ഒരു 7 or 8 വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരും ആ ഭാഗം കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ അടുത്ത് ഒരു 1-2 കൊല്ലമേ ആയിട്ടുള്ളൂ ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ട് ആ ഭാഗം മുഴുവനും കാണുകയാണ്. ഇനി ഒന്നും കാണാൻ ബാക്കിയില്ലാത്ത ഇടുങ്ങിയ രൂപത്തിൽ അങ്ങനെ ധരിപ്പിച്ചുകൊണ്ട് മുഴുവനും കാണുന്ന രൂപത്തിൽ ഇത് പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ കിട്ടുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തൊരു അബദ്ധമാണ്, അപകടമാണ് ഈ നടക്കുന്നത്. ആരും ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല, ഇതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കുന്നില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. ഇങ്ങനെ മയ്യിത്ത് നിസ്കാരത്തിൽ വരെ ശ്രദ്ധിക്കാൻ. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, പെണ്ണാണ് മയ്യിത്തെങ്കിൽ ആ മയ്യിത്തിനെ മുറ്റത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ ദ്വാരക്കേണ്ടതില്ല. പെണ്ണാണെങ്കിൽ അത് അകത്തുനിന്ന് തന്നെ മതി. പഴയ കാലം മുതൽക്ക് അങ്ങനെയായിരുന്നു സമ്പ്രദായം ഉണ്ടായിരുന്നത്. തന്നെയുമല്ല, പുരുഷന്മാരെ വരേക്കും മയ്യിത്ത്, ആ മയ്യിത്തൊക്കെ അകത്ത് വെച്ചിട്ട് അതിനുശേഷമായിരുന്നു കൊണ്ട് ദുആക്ക് കഴിഞ്ഞിട്ടാണ് വളരെ ചെറിയ ദുആ, ആ ഒരു ചെറിയ ദുആയും ദ്വാരന്നിട്ട് പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോകുകയായിരുന്നു. ഈയിടെയാണ് പിന്നീട് അത് മുറ്റത്തേക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ദുആ സമ്പ്രദായം പിൽക്കാലത്താണ് കടന്നു വന്നത്. പെണ്ണാകുമ്പോ അവൾക്ക് എല്ലാ നിലക്കും ഹിജാബ് മറവാണ് വേണ്ടത്. കഴിവിന്റെ പരമാവധി അത് അകത്ത് തന്നെയാണ് വേണ്ടതെന്നാണ് മഹാന്മാരായ ഉസ്താദുമാരോടൊക്കെ നിർദ്ദേശം ഉള്ളത്. സുബ്ഹാന ജല്ല ജലാലുഹു പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി ശഫീഉന റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദ്റത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മുത്തനബിന്റെ ഹദ്റത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്ന്, എന്നിട്ട് ഒറ്റ ചോദ്യമാ. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദ്യം കേൾക്കുന്നുണ്ട്, മറുപടിയും കേൾക്കുന്നുണ്ട്. ഒരാളിങ്ങനെ കടന്നു വന്നിട്ട് ഒരൊറ്റ ചോദ്യമാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, മത്തസ്സാഅതു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? ഖിയാമത്ത് നാൾ എപ്പോഴാ? സുബ്ഹാനല്ലാഹ്. ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, മാദാ അഅദത ലഹാ, ആ ഖിയാമത്ത് നാൾക്ക് വേണ്ടി നീ എന്താണ് തയ്യാറാക്കി വെച്ചത്? ഖിയാമത്ത് നാളുണ്ടാകും, അവസാന നാളുണ്ടാകുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഭൂമിയെ ലക്ഷ്യമാക്കിക്കൊണ്ടൊരു ഗ്രഹം കടന്നു വരുന്നുണ്ട്. ആ ഭൂമിയെ ലക്ഷ്യമാക്കി
കടന്നു വരുന്ന ഗ്രഹം അത് കൂടുതൽ കാലം കഴിയാതെ തന്നെ നമ്മുടെ ഭൂമിയുമായി കൂട്ടിയിടിക്കുമെന്നും പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നിമിത്തം ഒരുപാട് അപകടങ്ങൾ വരുമെന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. ഈ അടുത്ത് പത്രത്തിൽ അത് കണ്ടതാണ്. ഏതായിരുന്നാലും ശരി, ഈ കാണുന്ന ഭൂമിയൊക്കെ നശിച്ചു പോകും, നമ്മുടെ മുകളിൽ നിൽക്കുന്ന സൂര്യനും നശിച്ചു പോകും, എല്ലാം നശിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വഇദൽ അർദു മുദ്ദത്, ഭൂമിയുടെ സകല സാധനങ്ങളും എല്ലാ മലകളും പൊട്ടിപ്പൊടിഞ്ഞ് ഭൂമി ഒരൊറ്റ രൂപത്തിലായി മാറും. ഏറ്റച്ചെരിക്കലില്ലാതെ കുന്നും മലയും ഇല്ലാതെ ഭൂമി ഇങ്ങനെ ഒരൊറ്റ രൂപത്തിലാകുന്ന ദിവസം വരുമെന്ന് ഖുർആനിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖിയാമത്ത് നാൾ അത് സംഭവിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട്. അത് ഏത് രൂപത്തിലാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല പറയാണ്, ഇയാൾ വന്നിട്ട് ചോദിക്കുന്നത് എന്നാണ് ഖിയാമത്ത് നാള് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കിയത്? നീ അതിന് ഒരുങ്ങിയിട്ടുണ്ടോ? ആഖിറത്തിന് വേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഉടനെ ആ മനുഷ്യന്റെ മറുപടി, യാ റസൂലല്ലാഹ് ഹുബ്ബുല്ലാഹി വറസൂലിഹി, അല്ലാഹുവോടും റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. അല്ലാഹുവോടും റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കുപ്പായം അഴിക്കും, മറ്റൊരാൾ വന്ന് അഴിക്കും, എല്ലാ വസ്ത്രങ്ങളും മുഴുവനും അഴിക്കും. എന്നിട്ട് വഖദ്ദമൂനി ഇലൽ മിഹ്റാബി വൻസറഫു ഖൽഫൽ ഇമാമി ഫസല്ല സുമ്മ വദ്ദഅനി, ഈ പള്ളിയിലേക്ക് കൊണ്ടുവരും. ഇവിടെ നമുക്ക് മുതൽക്കൂട്ടായി, നമുക്ക് രക്ഷയായി, ആഖിറത്തിൽ തുണയായി കിട്ടുന്ന ഒരു സാധനമുണ്ട്. അത് മഹബ്ബത്തുല്ലാഹി വറസൂലിഹി, അല്ലാഹുവോടും അല്ലാഹുവിന്റെ റസൂലിനോടുമുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്തുള്ള ഒരാൾ ഇവിടെയൊക്കെ രക്ഷപ്പെടുകയാ. ആ മഹബ്ബത്തുള്ള ആൾക്ക് മരണസമയത്ത് മുത്ത് റസൂലുള്ളാഹിനെ കാണാൻ കഴിയുകയാണ്. റസൂലുള്ളാഹിന്റെ സാന്നിധ്യം അവനക്ക് കിട്ടുകയാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിനോട് ഈ വന്ന സഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്കുള്ളത് മഹബ്ബത്തുല്ലാഹി വറസൂലി, അല്ലാഹുവോടും റസൂലിനോടുള്ള മഹബ്ബത്ത്, അത് മാത്രമാണുള്ളത്, വേറൊന്നുമില്ല. ഉടനെ റസൂലുള്ളാഹിന്റെ ഒരു മറുപടി ഈ നബിദിന പ്രഭാഷണത്തിൽ, ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിൽ വന്ന മുഴുവൻ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണെന്നറിയോ? അൻത മഅമൻ അഹ്ബബ്ത. അൽഹംദുലില്ലാഹ്, വല്ലാത്തൊരു മറുപടിയാണ് മുത്ത് റസൂലുള്ളാഹി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ബേജാറുണ്ട്, നിങ്ങൾക്കും അറിഞ്ഞാൽ ബേജാറ് തന്നെയാണ്. എനിക്ക് 57 വയസ്സായി. ഇനി ഒരു 57 കൊല്ലം ജീവിക്കുമെന്ന് എനിക്കൊരിക്കലും വിശ്വാസമില്ല, കഴിയില്ല. എന്നാൽ അതിന്റെ പകുതി കൊല്ലം ജീവിക്കാൻ കഴിയുമോ? ഒരു 40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചിന്തിക്കട്ടെ, ആ 40 വയസ്സ് കഴിഞ്ഞു പോയി, ഇനി ഒരു 40 കൊല്ലം ജീവിക്കാൻ കഴിയുമോ? ഉറപ്പാണ്, കഴിയില്ല. പോകട്ടെ, ഒരു 20 കൊല്ലം ജീവിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ സോക്കടുകളാണ്, അസുഖങ്ങളാണ്, സുബ്ഹാന ജല്ല ജലാലു. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, നമുക്കാർക്കും തന്നെ ഈ കാലയളവിൽ വേണ്ട പോലെ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു അക്ബർ എന്നങ്ങ് പറയുമ്പോഴത്തേക്ക് ചിന്തകൾ വന്നു. ഇമാമു സലാം വിട്ടുമ്പോ ഇമാമു 4 റക്അത്ത് നിസ്കരിച്ചതുകൊണ്ട് നമ്മളത് 4 റക്അത്താണെന്നൊരു തോന്നല് വരികയാണ്. ഇമാമു 3 റക്അത്ത് നിസ്കരിച്ചപ്പോ നമ്മളത് 3 റക്അത്താണെന്നൊരു തോന്നല് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ ഒറ്റയ്ക്ക് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചാൽ എത്ര സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടി വരും? ഇമാമും ജമാഅത്തും അല്ലാതെ ഒരു 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചാൽ എത്ര സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടി വരും? എത്ര വട്ടം മറന്നു പോയിട്ടുണ്ടാകും? റബ്ബിന്റെ മുന്നിൽ ഒരു 10 മിനിറ്റ് അല്ലാഹനെ പറ്റി മാത്രം ചിന്തിച്ചു നിൽക്കാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ അങ്ങ് നിന്നാൽ ചീനച്ചട്ടിയിൽ, പതച്ച ചീനച്ചട്ടിയിൽ വെള്ളം മുരിഞ്ഞാൽ, വെള്ളം ചൊരിഞ്ഞാൽ എങ്ങനെ ശബ്ദമുണ്ടാകുമോ അതുപോലെ മിർജലിൽ അതുപോലെയുള്ള ശബ്ദം റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ വരും. അല്ലാഹുവിന്റെ മുന്നിൽ അങ്ങ് നിൽക്കുമ്പോഴുള്ള പേടി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കാൻ നിന്നാൽ
അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഇറച്ചിയുടെ മണം കേൾക്കാം. ഇറച്ചി ചൂടായാൽ വേവിച്ചാൽ എങ്ങനെയാണോ ശബ്ദമുണ്ടാകുന്നത്, അതുപോലെ എങ്ങനെയാണോ മണമുണ്ടാകുന്നത്, ആ മണമുണ്ട്. ശരീരത്തിന്റെ ഉൾഭാഗം പേടിച്ചുകൊണ്ട് കരിഞ്ഞു പോവുകയാ. നമ്മുടെ മലപ്പുറത്ത് പള്ളിപ്പുറത്ത് മഞ്ചേരി പള്ളിപ്പുറത്ത് ജീവിച്ചിരുന്ന ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ പ്രിൻസിപ്പളായിരുന്ന കുട്ടി ഉസ്താദ്, കുട്ടി മുസ്ലിയാർ ഫദ്ഫരി വലിയ മഹാനായിരുന്നു. ആ മഹാനവറുകൾ നിസ്കരിക്കാൻ നിന്നാൽ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ സാധിക്കും, ബേജാറ് കൊണ്ടിട്ട് ഇങ്ങനെ ശ്വാസം തിങ്ങുന്നത് പോലെ ബേജാറ് വിഷമം കൊണ്ട് ശ്വാസം തിങ്ങുന്നത് പോലെ കേൾക്കാൻ സാധിച്ചിരുന്നു, ശബ്ദം കേൾക്കാൻ സാധിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലയളവിൽ ഒരു 2 റക്അത്തെങ്കിലും അല്ലാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ ഖൽബ് അത്രക്കും മോശമായി പോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഈ മഹബത്ത് മാത്രമാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ, നമ്മുടെ മയ്യത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോ, നമ്മുടെ മയ്യത്ത് മെഹ്റാബിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ, ഈ അവസരത്തിലൊക്കെ തന്നെ നമുക്ക് കൂട്ടായിട്ടുള്ള ഒരു അമലാണ് മഹബത്തുല്ലാഹി വ റസൂലിഹി. അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടും ഉള്ള മഹബത്ത് അതുണ്ടോ, നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇതങ്ങ് പറഞ്ഞപ്പോ നീ ആരെയാണോ മഹബത്ത് വെച്ചത് അവരെ കൂടെ ഉണ്ടാകും. അള്ളാഹു നല്ലവരൊക്കെ സ്നേഹിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നല്ല നല്ല ആൾക്കാരെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, സ്നേഹം അത് കൽബുകൊണ്ടേ നടക്കൂ. സ്നേഹം എന്നത് അത് കണ്ണുകൊണ്ട് നടക്കൂല. സ്നേഹം എന്നത് നാവ് കൊണ്ട് നടക്കൂല. സ്നേഹം നടക്കുന്നത് കൽബാണ്. നമ്മുടെ കൽബിൽ മുത്തുനബി ഉണ്ടോ? ഓരോരുത്തരും ചോദിക്കട്ടെ, നമ്മുടെ കൽബിൽ മുത്തുനബി ഉണ്ടോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് റസൂലുള്ളാഹി കൽബിലുണ്ടോ? അവിടത്തോടുള്ള മഹബത്ത്, അങ്ങേയറ്റത്തെ മഹബത്ത് കൽബിലുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടത്തിൽ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖ് തങ്ങളോട് വന്ന് പറഞ്ഞു, നിങ്ങളാണ് അടിമയായിരുന്ന എന്നെ ഉമയ്യത്തിന്റെ മക്കളിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചത് നിങ്ങളാണ്. എന്നിട്ട് നിങ്ങളാണ് എത്തിക്ക് ചൊല്ലി മോചിപ്പിച്ചത്. നിങ്ങൾ എന്നെ മദീനത്തിൽ നിന്ന് ദമസ്കസിലേക്ക് പോകാൻ അനുവദിക്കുമോ എന്ന് ചോദിച്ച് മദീനയിൽ നിന്ന് മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ദമസ്കസിലേക്ക് പോയി. ആ ദമസ്കസിൽ നിന്ന് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു തിരിച്ചു വന്നു. ഒരു ദിവസം തിരിച്ചു വന്നു. മാഹാദിഹിൽ ജഫൂത്ത് യാ ബിലാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ ബിലാൽ എന്നവരോട് ചോദിച്ചു, ബിലാലെ എന്തായി അകൽച്ച, എന്താ അങ്ങോട്ട് വരാത്തത്, എന്താണ് മദീനത്തേക്ക് വരാത്തത്, എന്താണ് എന്നെ കാണാൻ വേണ്ടി വരാത്തത്? മഹാനായ സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹു ഇആനത്തുൽ ത്വാലിബീനിൽ അദാന്റെ ബാബിൽ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ബിലാൽ എന്നവർ ഒരു ദിവസം സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടിട്ട് ചോദിച്ചു, മാഹാദിഹിൽ ജഫൂത്ത് യാ ബിലാൽ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ബിലാലെ എന്താണ് ഈ അകൽച്ച, എന്താ വരാത്തത്, എന്താണ് മദീനത്തേക്ക് വരാത്തത്? രണ്ടാമത്തെ ദിവസം സ്വപ്നം കണ്ടു. മൂന്നാമത്തെ ദിവസം സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ പറ്റിയെങ്കിൽ, എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ പറ്റിയെങ്കിൽ. ആ പൂതിയോടുകൂടെ ഡമസ്കസിൽ നിന്ന് വന്നു ബിലാൽ എന്നവർ. ഡമസ്കസിൽ നിന്ന് സിറിയയുടെ തലസ്ഥാനമായ ദിമിഷ്കിൽ നിന്ന് നേരെ ബിലാൽ എന്നവർ മദീനത്ത് വന്നു. സുബ്ഹാനല്ലാഹ്, ബിലാൽ വന്നിരിക്കുന്നു. മദീനത്തേക്ക് ബിലാൽ മുഅദ്ദിൻ തങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത അങ്ങ് പരന്നു. അവിടെ മദീനയിൽ നിന്ന് എന്നോ പോയ മഹാനവറുകൾ അങ്ങോട്ട് തിരിച്ചു വന്നപ്പോ മഹാന്മാരായ അന്ന് ജീവിച്ചിരിപ്പുള്ള സഹാബത്തൊക്കെ തടിച്ചുകൂടി ബിലാലിനൊന്ന് കാണാൻ. റസൂലുള്ളാഹിന്റെ കാലത്ത് ബാങ്ക് കൊടുത്തിരുന്ന ആളാണ്, മുത്തുനബിയോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി അവിടെയുള്ള സഹാബത്തും മക്കളൊക്കെ പാടെ ഒരുമിച്ച് കൂടിയിട്ട് അവരാവശ്യപ്പെട്ടു, ബിലാൽ നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കണം, നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കണം. ആ പഴയ ബാങ്ക് ഒന്ന് കേൾക്കാനുള്ള പൂതി മഹാന്മാരായ സഹാബത്തിന് വന്ന് മഹാനായ ബിലാൽ മുഅദ്ദിൻ അങ്ങ് ബാങ്ക് കൊടുത്തു.
നീണ്ട ചരിത്രമാണ്, ഞാൻ ചുരുക്കി പറയുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പറഞ്ഞപ്പോഴാണ് ബാങ്ക് കൊടുത്തത്. അതുവരെ ബാങ്ക് കൊടുക്കാൻ കൂട്ടാക്കിയില്ല. മദീനത്തെ പള്ളിയിൽ വെച്ച് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ബാങ്ക് അങ്ങനെ കൊടുത്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയലും ബിലാൽ എന്നൊരു പൊട്ടിക്കരയാൻ തുടങ്ങി. ആ പേരങ്ങ് പറഞ്ഞപ്പോഴത്തേക്ക് പൊട്ടിക്കരഞ്ഞു. ആ ബാങ്ക് കേട്ട മുഴുവൻ ആളുകളും പൊട്ടിക്കരഞ്ഞു. ബിലാൽ എന്നവർ പിന്നെ ബാങ്ക് നിർത്തിവെച്ചു, പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മുത്തുനബിന്റെ പേരങ്ങ് പറഞ്ഞപ്പോഴത്തേക്ക് പൊട്ടിക്കരഞ്ഞു പോയി. അവിടെ നിർത്തിവെച്ചു, ബാങ്ക് നിർത്തിവെച്ചു, പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മദീന മഹാന്മാരായ സഹാബത്ത് പറയാണ്, അന്ന് മദീനക്കുണ്ടായിരുന്ന ആ കിടുകിടുക്കം, റജ്ഫത്ത്, സഹാബത്തിന്റെ കരച്ചില് കൊണ്ട് മദീന മുഖരിതമായി. ആ സഹാബത്തിന്റെ തേങ്ങിക്കരച്ചിലും പൊട്ടിക്കരച്ചിലും ആകെ വലിയ ശബ്ദമായി മദീനയിൽ. എന്തേ ഒരു റസൂലുള്ളാഹിന്റെ ഒരു പേര് പറഞ്ഞപ്പോ, ഈ പേര് ഞാൻ പറഞ്ഞപ്പോ നമ്മുടെ ശരീരത്തിൽ രോമം എടുത്തു പിടിച്ചോ? എന്തെങ്കിലും നമുക്ക് മാറ്റമുണ്ടായോ? പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നമ്മൾ? എവിടെയാണ് നമ്മൾ? മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹ്സനു മിൻക ലം തറഖത്തു ഐനു وأجمل منك لم تلد النساء. റസൂലുള്ളാഹിനേക്കാൾ ചുറുക്കുള്ള ഒരാളെ ഒരു ഉമ്മ പ്രസവിച്ചിട്ടില്ല. റസൂലുള്ളാഹിനേക്കാൾ മനോഹരനായ ഒരാളെ ഒരു കണ്ണും കണ്ടിട്ടില്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹിനെ പറ്റി വല്ലാതെ മദ്ഹ് പറഞ്ഞു. സ്നേഹമുണ്ടോ? നാവുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരാളെ സ്നേഹമുണ്ടോ? ഒരാളോട് സ്നേഹമുണ്ടോ? ഒരു ഉസ്താദിനെ സ്നേഹിക്കുന്നുണ്ടോ? ആ ഉസ്താദിന്റെ പരിചയക്കാരെ പറ്റി കണ്ടാൽ ഉസ്താദിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഭാര്യയെ വല്ലാത്ത സ്നേഹമുണ്ടോ? ആ ഭാര്യയോട് ബന്ധപ്പെട്ട ആങ്ങള അതുപോലെയുള്ള ആൾക്കാരെ കണ്ടാൽ ഭാര്യനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാളെ സ്നേഹമുണ്ടായാൽ, മൻ അഹബ്ബ, ആരെങ്കിലും സ്നേഹിച്ചാൽ, അക്തറ മിൻ ദിക്രിഹി, അവനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. റസൂലുള്ളാഹിന്റെ സ്നേഹമുള്ള ആൾക്കാർ റസൂലുള്ളാഹിന്റെ മേൽ മൗലൂദ് ഓതിക്കൊണ്ടേയിരിക്കും. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ. നബിയേ, യാ റസൂലല്ലാഹ്, നിങ്ങൾ ഒരു മിനിറ്റ് എഴുന്നേറ്റുന്നാണ്. 8 മിനിറ്റ്. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت منجينا غدا من شفاعتك الصفا. من لنا مثلك يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നിന്ന് കുടിക്കൽ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തീരെ ഇഷ്ടമില്ല നിന്ന് കുടിക്കുന്നു. മഹാനായ സയ്യിദുൽ ബക്രി ആനത്ത് താലിബിൽ വല്ലാതെ പറഞ്ഞു, ഭയങ്കര കറാഹത്താണ്, ഭയങ്കര കറാഹത്താണ് നിന്ന് കുടിക്കൽ. നമ്മളെ പള്ളിക്കൽ, നമ്മളെ നാട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചാൽ വെള്ളിയാഴ്ച ദിക്റുണ്ടാവും ഇല്ലേ? ഇവിടെ ഉണ്ടാവില്ല. കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കൂലേ? 90% ആൾക്കാർ നിന്നിട്ടാ കുടിക്കുക. 90% ആൾക്കാർ നിന്നിട്ടാ കുടിക്കുക. ഇത് കുടിക്കാൻ കൊടുക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അവന് കുടിക്കാൻ കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അതിന് ഇരിക്കാനുള്ള സംവിധാനം അത് ചെയ്യണം.
നല്ല ബിരിയാണി, നല്ല ഉഷാറുള്ള ബിരിയാണി കല്യാണത്തിന് കഴിക്കും. എന്നിട്ട് കൈ കഴുകുന്നിടത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ടാവും. ഒരു ചെറിയ പാത്രത്തിൽ ഒരു കറാഹത്ത് ചെയ്യിപ്പിക്കും, നിന്നുകാണ്ട് കുടിപ്പിക്കും. ചെറിയ പാത്രമാണെങ്കിലും അത് കുടിച്ചാൽ കറാഹത്ത, നിന്നിട്ട് കുടിച്ചാൽ കറാഹത്തായില്ല. അപ്പൊ ആ കറാഹത്ത് ചെയ്യിപ്പിച്ചിട്ടേ നമ്മൾ വിടുള്ളൂ. നല്ല ബിരിയാണി അതൊക്കെ പാത്തിലാക്കി, നല്ല രസമുള്ള ബിരിയാണി, നല്ല രസമുള്ള ഒക്കെ ഉഷാറുണ്ട്, അത് ലാസ്റ്റ് ആ കറാഹത്തും ചെയ്യിപ്പിച്ചിട്ടേ വിടുള്ളൂ. 2-3 കസാര അവിടെ കൊണ്ടിട്ടിട്ട് ഇരുന്ന് പ്രായമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഇരുന്ന്, മോനെ ഇരുന്ന് കുടിക്കുക. എന്തൊരു സുന്നത്ത്! എന്താ ആ മുത്തനബിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം നിന്ന് കുടിക്കുന്നു. തീരെ ചെയ്യരുത്, അരുത്. അത് ശാരീരികപരമായും വലിയ ദോഷം ചെയ്യുമെന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശാരീരികമായും വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ്. ഒരു കാരണവശാലും നിന്ന് തിന്നുന്നതിനേക്കാളും മോശമാണ്, കറാഹത്താണ് നിന്ന് കുടിക്കൽ. ലാ തശ്റബു, ഹദീസിൽ കാണാം, നിങ്ങൾ കുടിക്കരുത്, നിന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ കുടിക്കരുത് എന്ന് കാണാം. കുടിക്കുമ്പോഴൊക്കെ അത് ഇരുന്നു കൊണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ സംവിധാനം ചെയ്യണം. ഇനി ഇരുന്ന് കുടിക്കാൻ പറ്റൂലേ? ഇരുന്ന് കുടിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഘട്ടങ്ങൾ വരികയാണെങ്കിൽ ചില വൈദ്യന്മാരും ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവൻ കാലിന്റെ തള്ളവരൽ ഇങ്ങനെ അനക്കിക്കൊണ്ടിരുന്നാൽ മതിയും. അത് കറാഹത്ത് ഒഴിവായി പോകുന്നില്ല. അത് നിന്ന് കുടിച്ചതുകൊണ്ടുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി പോകുമെന്ന് തിബ്ബിൽ, വൈദ്യശാസ്ത്രത്തിൽ അങ്ങനെ പറയുന്നതായി ആനത്തു താരിബിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, അനുജന്മാരോട്, നല്ല ഉത്ബുദ്ധരായ ധാരാളം അനുജന്മാർ ചെറുപ്പക്കാരി സദസ്സിലുണ്ട്, അവരോട് പറയുകയാണ്, ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ഒഴിവാക്കണം. ഒരുപാട് സുന്നത്തുകൾ ഒഴിവാക്കാം. മുത്തനബിയോടുള്ള സ്നേഹം, അവിടത്തോടുള്ള സുന്നത്തെടുക്കൽ. 2 ദിവസം മുമ്പ് കോഴിക്കോട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി പോയി തിരിച്ചു വരുമ്പോ ട്രെയിനിൽ എന്റെ കൂടെ നല്ല പ്രായമുള്ള താടിരോമങ്ങൾ മുഴുവനും നരച്ച ഒരാൾ, ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കെന്താ പണിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ്. നന്നായി ഇംഗ്ലീഷ് പറയുന്ന, നന്നായി ഇംഗ്ലീഷ് പറയും. അപ്പൊ അയാളുമായി ഞാൻ സംസാരിച്ചു. ഒരുപാട് യാത്രകളിൽ പങ്കെടുത്ത അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാഷ്ട്രങ്ങളിലുള്ള ആളുകളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഭാഷാ നൈപുണ്യമുള്ളതുകൊണ്ട്, ഭാഷാ കഴിവുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പലരുമായി നല്ല ബന്ധമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ടു, സ്വിറ്റ്സർലൻഡിൽ നിന്നൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ടു. അവരൊക്കെ പറഞ്ഞു, നിങ്ങളെ പ്രവാചകൻ കിടക്കുന്നത് പോലെയാണ് ഞാൻ കിടക്കാറുള്ളത്, നിങ്ങളെ പ്രവാചകൻ കിടക്കുന്നത് പോലെയാണ് ഞാൻ കിടക്കാറുള്ളത് എന്ന് അമുസ്ലിമീങ്ങളായ അവർ പറഞ്ഞു. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഇന്ന് നിങ്ങൾ, ഞാനിപ്പോ കിടക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് ഇപ്പൊ പറഞ്ഞുതരാം. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന്, അല്ലെങ്കിൽ മറ്റൊരു ദിവസം വീട്ടിൽ ചെന്ന് നിങ്ങളെ മക്കളെ വിളിച്ചിട്ട് മുത്തുനബി എങ്ങനെ കിടക്കലെന്ന് ചോദിച്ചു നോക്കും. മുത്തുനബി എങ്ങനെയാ കിടക്കൽ? മുത്തുനബി എങ്ങനെയാണ് കിടക്കൽ? എവിടെയാണ് നമുക്കൊക്കെ മഹബത്ത്? നമ്മൾ മഹബത്ത് ഉണ്ടെന്ന് പറയുന്നു എന്നല്ലാതെ എവിടെയാണ് മഹബത്ത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കൽ എങ്ങനെയാണ്? ഇത് നമ്മുടെ രൂപം അനുസരിച്ച് തലഭാഗം വടക്കോട്ട്, കാല് ഭാഗം തെക്കോട്ട്, വലത് ഭാഗം നേരെ ഖിബലയിലേക്ക്, ഇങ്ങനെയാണ് മുത്തനബി കിടക്കാറുള്ളത്. നമ്മുടെ റൂമിലൊക്കെ സൗകര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. തലഭാഗം വടക്കോട്ടും കാല് ഭാഗം തെക്കോട്ടും, എന്നിട്ട് വലത്തെ കൈ താങ്ങായി കൊടുത്ത്, തലക്ക് താങ്ങായി കൊടുത്ത്, അങ്ങനെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കാറുള്ളത്. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു, ഇങ്ങനെ പറഞ്ഞിട്ടാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കാറുള്ളത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ കിടക്കുന്നതിന് മുമ്പ് ഒരു 3 അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എങ്കിലും നീ പറയണം ട്ടോ, കാരണം എനിക്ക് ജീവിക്കുമെന്ന് പറയാൻ കഴിയില്ല. നേരത്തെ ഇമാം മരിച്ചതുപോലെ അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ, അങ്ങനെയാകുമെന്ന് പറയാൻ കഴിയില്ല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 വട്ടം പറഞ്ഞിട്ടാകണം നീ കിടക്കേണ്ടത് എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹാമിദ് അൽ ഗസാലി അവിടുത്തെ റിസാല അയ്യുഹൽ വലദിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിപൂർണ വുളു എടുത്തിട്ടല്ലാതെ മുത്ത് റസൂലുള്ളാഹി കിടന്നിട്ടില്ല. ഒരു ദിവസവും ബ്രഷ് ചെയ്യാതെ, പല്ലിൽ നിന്ന് എല്ലാം ഒഴിവാക്കി പല്ല് വൃത്തിയാക്കാതെ മുത്ത് റസൂലുള്ളാഹി കിടന്നിട്ടില്ല. ഒരു ദിവസവും കടന്നിട്ടില്ല. ദന്ത ഡോക്ടർമാരെല്ലാവരും, ഡെന്റിസ്റ്റുകൾ, പല്ല് ഡോക്ടർമാരെല്ലാവരും പറയുന്നുണ്ട്, കുട്ടികൾ എഴുന്നേറ്റാൽ പല്ല് തേപ്പിക്കുന്നതിനേക്കാളും കൂടുതലായി അവർ കിടക്കുന്നതിന് മുമ്പ് പല്ല് തേപ്പിക്കണം. കിടക്കുന്നതിന് മുമ്പ് പല്ല് തേച്ച് വൃത്തിയായിട്ട്, വളരെ വൃത്തിയായിട്ട് അതിന് ഉമ്മമാര് അതിന് നിന്നുകൊണ്ട് അത് ചെയ്യിപ്പിക്കണം. പല്ലിന്റെ സംരക്ഷണത്തിന് അത് വളരെ ആവശ്യമാണ് എന്ന് അവർ വരെ പറയുന്നുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പല്ല് തേക്കാതെ കിടന്നിട്ടില്ല, വുളു എടുക്കാതെ കിടന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ തഹജ്ജുദിന് നേരത്തെ എഴുന്നേൽക്കും. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ്
അർദ്ധരാത്രി എഴുന്നേൽക്കലാണ്. അർദ്ധരാത്രി എഴുന്നേൽക്കലാണ്. ഫീനാ റസൂലുള്ളാഹി യതുലു കിതാബഹു ഇദൻ ശഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ. നേരത്തെ എഴുന്നേൽക്കും ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ 9 ദിവസത്തിലൊരിക്കലാണ് ഞങ്ങൾക്ക് കിട്ടുക. 9 ഭാര്യമാർ വഫാത്താകുന്ന അവസരത്തിലുണ്ട്. ആ 9 ഭാര്യമാരിൽ ഖദീജത്ത് റളിയല്ലാഹു തആല അൻഹ ഖദീജത്തുൽ കുബ്ര 50 വയസ്സ് വരെ ഖദീജ ബീവി മാത്രമേ ഉള്ളൂ ഭാര്യയായിട്ട്. ബാക്കിയുള്ള 13 കൊല്ലത്തിന്റെ ഇടയിലാണ് ബാക്കിയുള്ള കല്യാണങ്ങളൊക്കെ കഴിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ വഫാത്താകുമ്പോ അതേ അൻതിസ്ഇനിസ്വത്തിൻ വഫാത്തുൽ മുസ്തഫ خيرنا فاخترنا النبي المقتفى عائشة وحفصة وسوداء صفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات مرضية. റസൂലുള്ളാഹിന്റെ 9 ഭാര്യമാർ വഫാത്താകുന്ന അവസരത്തിൽ 9 ഭാര്യമാരെ പേര് ഞാനിപ്പോ പറഞ്ഞു. മുത്ത് റസൂലുള്ള കിടന്ന രൂപം ഞാൻ പറഞ്ഞു. ഞാൻ ഇടക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു, ഉമ്മമാരെ, രക്ഷിതാക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, എത്ര പേർക്ക് ഈ പേരുകൾ അറിയാം? അവിടെ നിന്ന് വഫാത്താകുമ്പോൾ ഉണ്ടായിരുന്ന ഭാര്യമാരുടെ പേരുകൾ എത്ര പേർക്കറിയാം? പോകട്ടെ, അവിടുത്തെ കരളിന്റെ കരളായ ഫാത്തിമത്തു വദഅത്തും മിന്നി, ഫാത്തിമയുടെ കരളിന്റെ കരളാണെന്ന് പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും തമാശ പറയാറുണ്ട്. തമാശ പറയുന്നത് നല്ലത് തന്നെയാണ്, അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ സത്യമേ പറയൂ. റസൂലുള്ളാഹി പറഞ്ഞു, ഞാനും തമാശ പറയാറുണ്ട്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഞാനും തമാശ പറയാറുണ്ട്. പക്ഷെ ഞാൻ സത്യമേ പറയൂ, സത്യമല്ലാതെ ഞാനൊന്നും പറയില്ല. പണ്ഡിതന്മാരുടെ കൂട്ടത്തില് അൽഗാസുകൾ എഴുതിയ പണ്ഡിതന്മാരുണ്ട്. രസകരമായ മസ്അലകൾ എഴുതിയ പണ്ഡിതന്മാരുണ്ട്. അതിൽപ്പെട്ട ഒരു രസമുള്ള മസ്അലയാണ് തൊട്ടാൽ ഒതുമുറിയാത്ത ഭാര്യ. നമ്മുടെ ശാഫി മദ്ഹബ് പ്രകാരം ഭാര്യനെ തൊട്ടാൽ ഒതുമുറിയും. എന്നാൽ തൊട്ടാൽ ഒതുമുറിയാത്തൊരു ഭാര്യയുണ്ട്. ആ ഭാര്യനെ എങ്ങനെ തൊട്ടാൽ ഒതുമുറിയില്ല, അങ്ങനത്തെ ഒരു ഭാര്യ. അതാരാ? അങ്ങനെ നല്ല കൗതുകമുള്ള മസ്അലകൾ, അതിന് അൽഗാസ് എന്ന് പറയും. കൗതുകമുള്ള മസ്അലകൾ, നല്ല രസകരമായ മസ്അലകൾ. തൊട്ടാൽ ഒതുമുറിയാത്ത ഭാര്യ ആരാ? അതാരാന്നറിയോ? ഒരു പെണ്ണിനെ ഒരുത്തൻ കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഓളെ വിട്ടു കൊടുന്നപ്പോ ഇവന്റെ പഴയ കാലത്ത് ഇവൻ പ്രസവിക്കപ്പെട്ടപ്പോ അവനക്ക് മുല കൊടുത്ത ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മ അങ്ങനെ വന്നിട്ട് പറഞ്ഞു, മോനെ, അനക്ക് മുല എന്ന മാരിജി കെട്ടിക്കൊടുന്ന പെണ്ണിനും ഞാൻ മുല കൊടുത്തിക്കണത്. അപ്പോഴാണ് ഇവനത് അറിയണത്. നേരത്തെ അവനക്ക് അറിയില്ലായിരുന്നു. നിനക്ക് ഞാൻ മുല തന്നിരിക്കുന്നു, അതുപോലെ നിന്റെ കെട്ടിയ പെണ്ണിപ്പച്ചി കെട്ടിക്കൊടുന്ന പെണ്ണിനും ഞാൻ മുല കൊടുത്തിക്കണത്. അങ്ങനെ ആകുമ്പോ സഹോദരിയായി വിവാഹബന്ധം വേർപ്പെടണമെങ്കിൽ ഇവൻ അംഗീകരിക്കണം. ഈ തള്ള വെറുതെ പറഞ്ഞതാണെങ്കിലോ അതറിയില്ലല്ലോ. ഇവൻ അംഗീകരിച്ചാലേ വിവാഹബന്ധം വേർപ്പെടുള്ളൂ. അംഗീകരിച്ചില്ലെങ്കിൽ ഇവൻ സമ്മതിച്ചിട്ടില്ല. അത് നിങ്ങൾ വെറുതെ പറയാം, ഞാൻ സമ്മതിക്കൂല. പക്ഷേ ഈ ഒരു വാക്കുകൊണ്ട്, ഈ ഒരു ഉമ്മത് പറഞ്ഞതുകൊണ്ട് പിന്നെ ഇവളെ തൊട്ടാൽ അവനക്ക് ഒന്നും മുറിയില്ല. കാരണം ഈ ഉമ്മാന്റെ അഭിപ്രായ പ്രകാരം ഇവൻ ഈ പെണ്ണ് ഇവന്റെ പെങ്ങളായി, രണ്ടുപേർക്കും മുല കൊടുത്തുകൊണ്ടല്ലോ, അപ്പൊ പെങ്ങളായി മാറും. എന്നാൽ ഇവൻ അംഗീകരിക്കാത്തതുകൊണ്ട് ഭാര്യ ഭർത്തൃബന്ധം നിലനിൽക്കും. ഇവന്റെ അംഗീകാരമില്ലാത്തതുകൊണ്ട് ഇവൻ അത് സമ്മതിക്കാത്തത് കൊണ്ട് തെളിവ് സഹിതം സമ്മതിക്കാൻ അവനക്ക് കഴിയുന്നില്ല. തെളിവ് ഉമ്മ നിരത്തിയില്ല. അങ്ങനെ അവനക്ക് സമ്മതിക്കാൻ കഴിയാതെ വന്നാൽ ഭാര്യ ഭർത്തൃബന്ധം മുന്നോട്ട് പോകാം. പക്ഷേ ഈ ഉമ്മ ഇത് പറഞ്ഞതുകൊണ്ട് സഹോദരി എന്ന പരിഗണന നൽകിയിട്ട് ആ ഭാര്യനെ തൊട്ടാൽ ഒന്നും മുറിയില്ല എന്ന് ചില രസകരമായ ലഫ്സ് എന്ന് പറഞ്ഞ് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രസകരമായ മസ്അലകളുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട്, അതേപോലെ തന്നെ മറ്റു ഭാര്യമാരോട് റസൂലുള്ളാഹി തമാശ പറയാറുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ തമാശ പറയും, പക്ഷേ ഒരിക്കലും ഞാൻ കളവ് പറയുകയില്ല. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ അവിടുത്തെ ഭാര്യമാർ
9 ഭാര്യമാരുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. മുത്ത് റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ പറ്റി നമ്മൾ പഠിക്കണ്ടേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അറാക്കെടുത്തിട്ട് അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവി അറാക്കെടുത്ത് കൊണ്ടിട്ട് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി അറാക്ക് കൊണ്ട് ഇങ്ങനെ മിസ്വാക്ക് ചെയ്യുമ്പോ ഫാത്തിമ ബീവി മിസ്വാക്ക് ചെയ്യുമ്പോ ആ അറാക്കിനെ നോക്കിയിട്ട് അലിയാർ പാട്ട് പാടും. لو كنت من أهل القتال قتلتك ما فاز مني يا سواك سواك. ഫാത്തിമ ബീവി അറാക്ക് കൊണ്ട് ഇങ്ങനെ പല്ല് തേക്കുമ്പോ അലിയാർ പാട്ട് പാടുക. തമാശയും കാര്യം കൂടിയാണ്. എന്താ പറയുന്നത്? അറാക്ക് കഷ്ണമേ, അറാക്കിന്റെ കൊള്ളിക്കഷ്ണമേ, എന്റെ ഫാത്തിമാന്റെ ചുണ്ടുകൾക്കിടയിലൂടെ നിർഭയം നിനക്ക് ചലിക്കാനും കഴിഞ്ഞല്ലോ. യോദ്ധാവായ ഉഹദിലും ബദറിലും അതേപോലെ തന്നെ ഖൈബറിലുമൊക്കെ ശത്രുക്കളെ പേടിപ്പിച്ച ഖൈബറിൽ വെച്ച് മുറഹിബ് രാജന്റെ മുന്നിലേക്ക് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അങ്ങ് ചാടിയിട്ട് പറഞ്ഞത്, എനിക്കെന്റെ മാതാവിട്ട നാമം സിംഹം, കണ്ടാൽ വെറുക്കും കാട്ടിലുള്ള സിംഹം, ഉള്ളിൽ ഒതുക്കി വെക്കണ നിൻ മോഹം, ആണുങ്ങളോട് കാട്ടിടേണ്ട മായം, അളന്ന് തരും നാഴിക്ക് ഞാൻ നാരായം. അനല്ലദീ സമ്മത്തിനി ഉമ്മി ഹൈദറ കലൈതി ഗാബാതിൻ കരീഹിൽ മൻദറ ഉഫീഹിമു ബിസ്സാഇ കൈലസന്ദറ. എന്നെ പ്രസവിക്കപ്പെട്ടപ്പോ എന്റെ മാതാവ് എന്നെ വിളിച്ചത് സിംഹമെന്നാണ് വിളിച്ചത്. അതുകൊണ്ട് മുറഹിബേ, അളന്ന് തരും നാഴിക്ക് ഞാൻ നാരായം. നാരായെന്നിപ്പോ നമ്മളെ കുട്ടികൾക്ക് അറിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അത് പറയാൻ കഴിയില്ല. 1ന് 10 തിരിച്ചടിക്കും മുറഹിബേ എന്ന് പറഞ്ഞിട്ട് ആ പോർക്കളത്തിലേക്ക് ഇറങ്ങിയ അലി റളിയല്ലാഹു തആല അൻഹു ആണ്. മഹാമഹദിയായ ഫാത്തിമ ബീവി ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോ അറാക്ക് കൊണ്ട് തേക്കുമ്പോ പറഞ്ഞത്, അറാക്കെ, ഞാൻ കാണുന്നു എന്ന പേടി അനക്കില്ലല്ലേ? എന്റെ ഫാത്തിമാന്റെ പല്ലുകൾക്കിടയിലൂടെ ചുണ്ടുകൾക്കിടയിലൂടെ നിർഭയം നീ അങ്ങും ഇങ്ങും നടക്കുകയാണല്ലേ? ലകുന്ത മിൻ അഖിലിൽ ഖിതാലി ഖതൽതുക മാ ഫാസ മിന്നി യാ സിവാകു സിവാക. നീ എങ്ങാനും ഒരു യോദ്ധാവായിരുന്നെങ്കിൽ, ബുദ്ധിയും തന്റേടവുമുള്ള ജീവനുമുള്ള ഒരു സാധനമായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വെട്ടിവീഴ്ത്തുമായിരുന്നു. നീ മാത്രമാണ് എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതെന്ന് പറഞ്ഞ് തമാശ പറയുമായിരുന്നു അലി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തമാശ പറയുന്നുണ്ട്, വിരോധമൊന്നുമില്ല. ഈ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് 6 മക്കളുണ്ടായിരുന്നു. നമുക്ക് പരിചയമുള്ളത്, നമ്മുടെ കുട്ടികൾക്കൊക്കെ പരിചയമുള്ളത് ഒരു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ മാത്രം അല്ല. 6 മക്കളുണ്ടായിരുന്നു ഫാത്തിമ ബീവിക്ക്. 3ാമതൊരു ആൺകുട്ടി കൂടി മുഹ്സിൻ എന്ന് പറയുന്ന ആൺകുട്ടി ഉണ്ടായിരുന്നു. റുഖയ്യ, ഉമ്മു കുൽസൂം, സൈനബ് എന്ന് പറയുന്ന 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ മക്കളെ കൂട്ടത്തിലും ആ പേരുണ്ട്. പേര് അങ്ങും ഇങ്ങും കൺഫ്യൂഷൻ ആകണ്ട. ആ പേര് തന്നെ. റുഖയ്യയും മുഹ്സിനും ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഉമ്മു കുൽസൂമും സൈനബും ജീവിച്ചിട്ടുണ്ട്. അവർ വിവാഹിതരായിട്ടുണ്ട്. അവർക്ക് മക്കളുമുണ്ട്. അതിൽപ്പെട്ട സൈനബിനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും മഹാനവറുകൾ കല്യാണം കഴിച്ചു. അതിൽ മക്കളുണ്ടായി. ആ മക്കളെ പരമ്പര ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലൂടെ സയ്യിദന്മാരെ നിലനിൽക്കുന്നത് പോലെ തന്നെ മഹദിയായ ഫാത്തിമ ബീവിന്റെ മകൾ സൈനബ്, ആ സൈനബ് എന്നവരുടെ ഖബറുള്ളത് ഈജിപ്തിലാണ്, കൈറോയിലാണ് ആ ഖബറുള്ളത്. അവിടേക്ക് മഹദിയറുകൾ പിന്നീട് ഹിജറ പോയതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഫാത്തിമ ബീവിക്ക് 6 മക്കൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി വഫാത്താകുമ്പോ അവിടുത്തെ 9 ഭാര്യമാരുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ റസൂലിനോട് മഹബത്തുണ്ടെന്ന് നമുക്ക് വാദമുണ്ട്.
എങ്കിൽ എന്താണ് ഭാര്യമാരെ പേര് അറിയാത്തത്? മക്കളെ പേര് പോലും ശരിക്കും അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഇതാണോ മഹബത്ത്? മുത്തുനബിയെ പറ്റി നമുക്ക് അറിയില്ല. ഞാൻ പറയുന്നത് സയ്യിദ്നാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ മനുഷ്യനോട് റജലിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്ത മഅ മൻ അഹ്ബബ്ത, ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് വന്ന് ചോദിച്ചാളോട് നീ എന്താണ് ഖിയാമത്ത് നാളിന് വേണ്ടി തയ്യാറാക്കി വെച്ചതെന്ന് ചോദിച്ചപ്പോ ഹുബ്ബുല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോടും റസൂലിനോടുള്ള മഹബത്ത് മാത്രമാണ് എന്റെ കയ്യിലെന്ന് പറഞ്ഞ ആ മനുഷ്യനോട് റസൂലുള്ളാഹി പറഞ്ഞില്ല, അന്ത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവരോട് കൂടെ നീ സ്വർഗ്ഗത്തിലുണ്ടാകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? ഇത് കേട്ടുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഫരിഹനാ ബഅദൽ ഇസ്ലാമി ഫർഹൻ അശദ്ദ മിൻ ഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത മഅ മൻ അഹ്ബബ്ത. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴാണ്. അള്ളാഹു നമുക്ക് ചെയ്ത വലിയൊരു ഭാഗ്യമാണ്. നമ്മളെ മുസ്ലിമായി അള്ളാഹു ജീവിപ്പിച്ചു, മുസ്ലിമായി ജനിപ്പിച്ചു, മുസ്ലിമായി നമുക്ക് ജീവിക്കാൻ അവസരം നൽകുന്നു. ഇനി അള്ളാഹു എന്ന മഹളായ ഫദ്ലുകൊണ്ട് മുസ്ലിമായി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു അനുഗ്രഹം. അല്ലാഹു അക്ബർ എന്ന് വിളിക്കാൻ നമുക്ക് അള്ളാഹു ചെയ്ത ഭാഗ്യം. അല്ലാഹു എന്നാണ് ചിലരൊക്കെ പറയുന്നത്, അതും ഒരു പ്രത്യേകത തന്നെയാണ്. അള്ളാഹ് എന്ന് പറയണമെങ്കിൽ ചെറുപ്പം മുതലേ പറയണം, അല്ലെങ്കിൽ പറയാൻ കഴിയൂല. അത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ട തന്നെയാണ് അതും. സുബ്ഹാനല്ലാഹ്, നമുക്ക് അള്ളാഹു ചെയ്ത വലിയ ഒരു ഭാഗ്യം. നിങ്ങൾ നോക്ക്, നമ്മളെന്നെ പ്രസവിച്ച ഉടനെ, പ്രസവിക്കപ്പെട്ട ഉടനെ ആദ്യം നമ്മുടെ ചവിട്ടിലേക്ക് അല്ലാഹു അക്ബർ. നോക്ക് നിങ്ങൾ, അല്ലാഹു അക്ബർ. ഇങ്ങനെ ആരാ പറയുന്നത്? അത് വലിയ സുന്നത്തുള്ള കാര്യമാണ്. അല്ലാഹു അക്ബർ. ഉമ്മമാരെ, അതിന് സംവിധാനം ചെയ്യണം. അതിന് റെക്കോർഡ് ചെയ്ത മൊബൈലിലൂടെ മറ്റു അല്ലാഹു അക്ബർ കേട്ടാ പോരാ, ഒരാള് തന്നെ പറയണം. ആ ആള് പെണ്ണായിരുന്നാലും കുഴപ്പമില്ല, ഇനി അമുസ്ലിമായിരുന്നാലും കുഴപ്പമില്ല. അല്ലാഹു അക്ബർ എന്നത് ആദ്യം ഈ കുഞ്ഞിന്റെ കാതിലേക്ക് കേൾക്കണം. ആദ്യമായി കേൾക്കേണ്ടത് അതാണ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. ആർക്കും കൊടുക്കാവുന്നതാണ് ആ ബാങ്ക്. ഇനി അശുദ്ധിയുള്ള ആൾക്കും കൊടുക്കാവുന്നതാണ്, ജനാബത്തുള്ള ആൾക്കാർക്കും കൊടുക്കാവുന്നതാണ്. ഖിബലയിലേക്ക് മുന്നിട്ട് കൊടുക്കൽ സുന്നത്താണ്. പക്ഷേ ഖിബലയിലേക്ക് മുന്നിടാൻ പറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആർക്കും കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് ആ കുഞ്ഞിന്റെ ചവിട്ടിൽ അല്ലാഹു അക്ബർ എത്തണം. അത് മാത്രം പോരാ, വലത്തെ ചവിട്ടിൽ അല്ലാഹു അക്ബർ എന്നുള്ള ബാങ്ക് പൂർണ്ണമായി കൊടുക്കണം. ഇടത്തെ ചവിട്ടിൽ ഇഖാമത്ത് കൊടുക്കണം. വീണ്ടും വലത്തെ ചവിട്ടിൽ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്ത് ഓതി കൊടുക്കണം. ചെറുപ്പക്കാരെ മനസ്സിലാക്കി വെക്കണം, നമ്മൾ കുട്ടികൾ വല്ലാതെ വഴിതെറ്റി പോകുന്നുണ്ട്. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മോള് ഒരുത്തനെ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ആ ഒരുത്തനെ കല്യാണം കഴിക്കൂ എന്നാണ് പറയുന്നത്. പോറ്റി വളർത്തിയ ഉമ്മമാർ, സുബ്ഹാനല്ലാഹ്, ഈ പെൺകുട്ടിയൊന്ന് പുതുക്കമിറങ്ങണമെന്ന് കാണാൻ അത് കൊതിക്കുന്ന ഉമ്മമാർ 10, 20, 22 വയസ്സ് വരെ പോറ്റി വളർത്തിയിട്ട് അന്നവും വെള്ളവും കൊടുത്തിട്ട് മുലപ്പാല് കൊടുത്തിട്ട് ആ പെൺകുട്ടിയുടെ കാഷ്ടവും മൂത്രമൊക്കെ എടുത്ത് വൃത്തിയാക്കിയിട്ട് കോളേജിൽ പോയപ്പോ, അതും കേരളം വിട്ടിട്ട് ഏതോ കോളേജിൽ പോയപ്പോ എവിടെയോ വെച്ച് ഒരുത്തരെ കണ്ട്, സുബ്ഹാനല്ലാഹ്, ഇന്നലെയും മിനിഞ്ഞാന്നുമായി കണ്ട 2 ദിവസമായിട്ടുള്ളൂ പരിചയം. അവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ഒരു മുസ്ലിമത്തായ പെൺകുട്ടിക്ക് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമത്തായ പെൺകുട്ടിക്ക് കഴിയില്ല. ഈ ഉമ്മയെ വിട്ടിട്ട്, ഈ ബാപ്പയെ വിട്ടിട്ട് ഇന്നലെ കണ്ട ഒരുത്തൻ, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയോ? ഒന്നും അറിയില്ല. ഇന്നലെ കണ്ട അവന്റെ ചില കാട്ടിക്കൂട്ടലുകളും ചില മേക്കപ്പുകളും അതൊക്കെ എങ്ങനെയാണ് ഒരു മുസ്ലിമത്തായ പെൺകുട്ടിക്ക് അതിൽ പെടാൻ കഴിയുക? ഉമ്മയെ കണ്ണീരിലാഴ്ത്തി, പടച്ചോനെ, എന്റെ മോള് ആരെ കൂടെയായി പോകുന്നത്, എവിടക്കാ പോകുന്നത് പടച്ചോനെ എന്നുള്ള ആ വിളി ഉമ്മാന്റെ നെഞ്ചകത്ത് തീപ്പൊരിയാകുമെങ്കിൽ ആ തീപ്പൊരി പിന്നീട് പെണ്ണെ നിന്റെ ജീവിതം ഒന്നായിട്ട് കരിച്ചു കളയും. നീ ഉമ്മയെ സങ്കടപ്പെടുത്തിയിട്ട്, ഉമ്മയെ വേദനിപ്പിച്ചിട്ട്, മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട്, ഉമ്മക്കും ബാപ്പക്കും തൃപ്തിയില്ലാത്ത ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ആ ഉമ്മയുടെയും ബാപ്പയുടെയും നെഞ്ചിലേക്ക് തീ കോരിയിട്ടുണ്ടെങ്കിൽ ആ തീ നിന്റെ കുടുംബ ജീവിതത്തിൽ ആകമാനം വരും. നീ തകർന്ന് ഒന്നുമല്ലാതെയായി പോകും. ഉമ്മയെ വിഷമിപ്പിച്ചുകൊണ്ട്, ബാപ്പയെ കരയിപ്പിച്ചുകൊണ്ട് ഒരുത്തിയുടെയും ജീവിതം കരുപ്പിടിക്കൂല.
അത് വൃത്തിയാവൂല. പ്രിയപ്പെട്ട സഹോദരിമാരോട് അനുജത്തിമാരോട് പറയുകയാണ്, ഏത് ലോക സുന്ദരം വന്നാലും ശരി, ആര് വന്നാലും ശരി, ഉമ്മയും ബാപ്പയും അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊന്നും ഉണ്ടായിക്കൂടാ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, വലത്തേ ചവിട്ടിൽ ബാങ്ക്, ഇടത്തേ ചവിട്ടിൽ ഇഖാമത്ത്, ഇതൊക്കെ നമ്മൾ ചെയ്യണം. കുട്ടികൾ ആ രൂപത്തിൽ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് നമ്മുടെ കുട്ടികളുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മഹാന്മാര് പറഞ്ഞു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്ത് ഓതി കൊടുക്കണം. പോരാ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തും ഓതി കൊടുക്കണം. ഇതൊക്കെ ഫഖഹാക്കൾ പറഞ്ഞതാ. അതും പോരാ, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള ആയത്ത് ഓതി കൊടുക്കണം വലത്തേ ചവിട്ടി. അത് സുന്നത്തുള്ള കാര്യമാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് ആ സദസ്സിൽ കൂടിയിരിക്കുന്ന സ്വാലിഹീങ്ങളായ ആൾക്കാർ, ആ സ്വാലിഹീങ്ങളായ ആളുകളിൽ നിന്നിട്ടുള്ള ഏറ്റവും നല്ല ഒരു മനുഷ്യൻ അവന്റെ വായിലിട്ട് നല്ലപോലെ ഈന്തപ്പഴം ചവച്ചരച്ചിട്ട് അത് കുട്ടിയുടെ അണ്ണാക്കിൽ, ആ കുട്ടിക്ക് തൊടിയിച്ചു കൊടുക്കുന്ന രൂപത്തിൽ, അണ്ണാക്കിൽ എത്തുന്ന രൂപത്തിൽ തൊട്ടു കൊടുക്കണം. ഈന്തപ്പഴം മാത്രം മതി. ആ ഈന്തപ്പഴം തേനിലിടൊന്നും വേണ്ട. ആ ഈന്തപ്പഴത്തിന്റെ കൂടെ സംസം വെള്ളമൊന്നും വേണ്ട. ഈന്തപ്പഴം തന്നെയാണ് വേണ്ടത്. ഈന്തപ്പഴം ചവച്ചു കൊടുക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ വായക്കൊന്ന് വൃത്തിയാക്കണം. അരമണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ അവിടെ ഡെലിവറി പ്രസവ ഹാളിന്റെ മുന്നിൽ, പ്രസവ റൂമിന്റെ മുന്നിൽ നിന്നിട്ട് വായങ്ങനെ അടച്ചു പിടിച്ചിട്ട് ചിലപ്പോൾ അണുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷമായിരിക്കണം ഈ ചവച്ച് കൊടുക്കുന്നത്. അങ്ങനെ ചവച്ച് നല്ല വൃത്തിയുള്ള കൈയിന്റെ വിരൽ കൊണ്ട് അണ്ണാക്കിൽ തട്ടുന്ന, ഈ ചുണ്ടും അങ്ങനെ വെച്ചു കൊടുത്താൽ പോരാ, ചുണ്ടും വെച്ചു കൊടുത്താൽ പോരാ, അണ്ണാക്കിൽ കൈ തട്ടാനും പാടില്ല, എന്നാൽ അണ്ണാക്കിൽ എത്തുകയും വേണം. ആ രൂപത്തിൽ തെഹ്നീക്ക് എന്നാണ് പറഞ്ഞത്, ഹനക്ക്. അത് ചങ്കിലെത്തുന്ന രൂപത്തിൽ വെച്ചു കൊടുക്കണം. അതാണ് ബിസ്മി ചൊല്ലിയിട്ട് അത് ചെയ്തു കൊടുക്കണം. അതാണ് സുന്നത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സുന്നത്തുകളൊക്കെ നമ്മൾ മറന്നു പോവാണ്. അതിനേക്കാളും വലിയൊരു അബദ്ധം, നമ്മൾ മുത്തുനബിയോട് മഹബത്തുണ്ടെന്ന് പറയുന്ന സുന്നത്ത് മുഴുവനും ഒഴിവാക്കുകയാണ്. ഇവിടെ ഈ പള്ളിയിൽ വന്നിട്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 കൊല്ലം മുമ്പ്. അന്ന് ഞാൻ മേലെ പറമ്പിലാണ്, ഇപ്പോഴും അവിടെ തന്നെ. ഇവിടെ വന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ ഞാൻ അന്ന് ഈ നാട്ടുകാരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പെൺകുട്ടി, നമ്മുടെ മോള്, നമ്മൾ 10-20 വയസ്സ് വരേക്കും ആ മോളെ വളർത്തി. സുബ്ഹാനല്ലാഹ്, നല്ല നിലക്ക് നല്ല ആലിമീങ്ങളും സാദാത്യങ്ങളും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ അവളെ നിക്കാഹും കഴിഞ്ഞ് സുബ്ഹാന ജല്ല ജലാലുഹു ഒരുത്തന്റെ ഭാര്യയായി അവൾ ജീവിതത്തിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ നമ്മളൊക്കെ ചെയ്യുന്ന ഹറാമുകൾ എത്രയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ മോള് ഒരുത്തന്റെ കൂടെ, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരുത്തനോട് കൂടെ അവൾ ഇറങ്ങിപ്പോകുന്ന ആ ഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാരായ മക്കള്, അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകും. നമ്മുടെ ഇപ്പോഴത്തെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ബോധ്യമാകും, അവർക്കത് മനസ്സിലാകും. മഹർ കെട്ടിക്കൊടുക്കുക എന്നതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ്, ഈ പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഭർത്താവായ ഇവൻ ആദ്യമായി തന്റെ ഭാര്യയെ കാണുകയാണ്. എന്ന് പറഞ്ഞിട്ട് പള്ളിയിലോ വെച്ചോ മറ്റോ നിക്കാഹ് നടന്ന്, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിക്കാഹ് നടന്ന്, അങ്ങനെ നിക്കാഹ് നടന്നതിന് ശേഷം പിന്നീട് അവൻ ഈ മഹർ കെട്ടിക്കൊടുക്കാൻ വേണ്ടി ഹലാലായതിനു ശേഷം ഭാര്യ എന്ന രൂപത്തിൽ ആദ്യം കാണുകയാണ്. ഭാര്യ എന്ന രൂപത്തിൽ ആദ്യം കാണുമ്പോ ആ കാണുന്ന രൂപത്തിൽ കടുകടുത്ത ഹറാമ് കൊണ്ടാണ് തുടങ്ങുന്നത്. ചുറ്റുഭാഗത്തും കൂട്ടുകാർ, ഫോട്ടോഗ്രാഫർമാർ, ഇങ്ങനെയുള്ള ആളുകളെ കൂട്ടിയിട്ട് ഈ പെൺകുട്ടിക്ക് മഹർ കൊണ്ടുപോയി കൊടുക്കുമ്പോ ഹറാമാണെന്നത് ആർക്കാണ് അറിയാത്തത്? ഹറാമാണെന്ന് ആർക്കാണ് അറിയാത്തത്? പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മോള് ആദ്യമായ ഒരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ തന്നെ ഹറാമുകൾ, ഇതൊക്കെയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, നാം അനുഭവിക്കുന്ന വിഷമങ്ങൾ. ഇതൊക്കെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ വിഷയം നിങ്ങൾ ചിന്തിക്കണം. എന്തൊക്കെയാണ് കേൾക്കുന്നത്? ന്യായാധിപന്മാർ, അതേപോലെ തന്നെ ക്രമസമാധാനം പാലിക്കേണ്ട ആൾക്കാർ, ഇവരൊക്കെ പക്ഷപാതിത്വമായി പെരുമാറുന്നതൊക്കെ നമ്മൾ അറിയുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലാഹു ജല്ല ജലാലുഹുവിന്റെ സഹായമല്ലാതെ നമുക്കുണ്ടാവൂല എന്ന് ഓർക്കണേ. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നമ്മൾ മാറ്റിയിട്ട് മുത്ത് റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ അത് ജീവിപ്പിച്ച് അതിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണമെന്ന് ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നതോടുകൂടെ സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കല്യാണങ്ങൾ മുഴുവനും ഹറാമായി പോയി. മിഠായി കൊടുക്കുന്നത് വരെ സുബ്ഹാനല്ലാഹ് ഹറാമിന്റെ ചടങ്ങായി മാറി. എന്തിനാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്?
മുത്ത് റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്ത് ചെയ്യുന്നതൊക്കെ എനിക്ക് കാണിച്ചു തരും. അഅ്മാലു ഉമ്മത്തി തുഅറദു അലയ്യ, എന്റെ ഉമ്മത്തിന്റെ സൽക്രമങ്ങളും അമലുകളും ഒക്കെ എനിക്ക് കാണിച്ചു തരും. അതിൽ നല്ലത് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കും, നല്ലതല്ലാത്തത് കാണുമ്പോ അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുമെന്ന് മുത്തുനബി പറഞ്ഞില്ലേ? നമ്മൾ ചെയ്യുന്നതൊക്കെ മുത്തുനബി കാണുന്നുണ്ട്. ആ കാണാനുള്ള അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും നിങ്ങളെ അമലുകൾ കാണുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ വേദനിപ്പിക്കല്ല. സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മിഠായി കൊടുക്കുന്നത് വിരോധമൊന്നുമില്ല. നിക്കാഹിന്റെ മുമ്പ് ഈ പുരുഷനക്ക് പെണ്ണ് കാണൽ ചടങ്ങല്ലാത്ത മറ്റൊരു കാഴ്ച അനുവദിക്കൂല. അത് ഹറാമാണത്. മിഠായി കൊടുക്കുന്നതിന്റെ പേരിൽ കുറെ ആണുങ്ങള് ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി മാതാപിതാക്കൾ സൗകര്യം ചെയ്തു കൊടുത്തുകൂടാ. നിക്കാഹിന്റെ മുമ്പ് ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ കൂടെ പറഞ്ഞയച്ചു കൊടുത്തുകൂടാ. ഹറാമുകൾ ഇങ്ങനെ ചെയ്യുമ്പോ ആലിമീങ്ങളായ ആൾക്കാർക്ക് മൗനം പാലിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് മുത്തനബിന്റെ സുന്നത്തുകളൊക്കെ നാം ഒഴിവാക്കിയപ്പോ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാ. പറഞ്ഞു വരുന്നത്, ആദ്യമായി നമ്മുടെ ചവിട്ടിലേക്ക് അല്ലാഹു അക്ബർ എന്ന് കേൾക്കണം. അതാരായിരുന്നാലും കുഴപ്പമില്ല, ആർക്കും കൊടുക്കാവുന്നതാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ സൂറത്തുകൾ ഓതിക്കെടുക്കണം. പിന്നീട് കാരക്ക ചവച്ചിട്ട് കൊടുക്കണം, ഈത്തപ്പഴം ചവച്ചിട്ട് കൊടുക്കണം. അത് ഈത്തപ്പഴം ഇല്ലെങ്കിൽ മുന്തിരി ആയാലും കുഴപ്പമില്ല, മധുരമുള്ള ഏതുമാകാം. പക്ഷേ തീ കൊണ്ട് വേവിച്ച ഒന്നും ആകരുതെന്ന് മാത്രം. അത് തേനിൽ ഇടണമെന്നില്ല, സംസം കലർത്തണമെന്നില്ല. ചെയ്ത് എന്നതുകൊണ്ട് വിരോധവും ഇല്ല. ഇങ്ങനെയാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 7ാമത്തെ ദിവസം മുടി കളയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മുടി കളഞ്ഞാൽ കുങ്കുമം തലയിൽ തേൽക്കലും സുന്നത്താണ്. കുങ്കുമം വെള്ളത്തിലിട്ട് അതിന്റെ വെള്ളം തലയിൽ തേക്കലും സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം നബിദിന സന്ദേശങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഈ സുന്നത്തുകളൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോഴത്തെ ബാധ്യത. ഈ സുന്നത്തുകളൊക്കെ ഓർക്കണേ. അല്ലാഹു ചെയ്ത വലിയ ഭാഗ്യമാണ്. അല്ലാഹു അക്ബർ എന്നുള്ള ആ വാക്ക് കേട്ട് നമ്മൾ ഭൂമിയിലേക്ക് വന്നു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്ക് നിങ്ങൾ, അല്ലാഹു അക്ബർ. അല്ലാഹ്, ആദ്യം അല്ലാഹ്. അല്ലാഹ് എന്നുള്ളത് അത് ലാദു അല്ല, ലാഉ അല്ല, ഡബിൾ ലാമാണ്. ഡബിൾ ലാമാണ്. അതുകൊണ്ട് തന്നെ നാവിന്റെ ഈ തലഭാഗം മേലെ പല്ലുമ്മ തട്ടുന്ന രൂപത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയരുത്. പിന്നെ എങ്ങനെ പറയണം? നാവിന്റെ സൈഡ്, ആ സൈഡിൽ നിന്നായിരിക്കണം അത് വരേണ്ടത്. നാവിന്റെ തല പല്ലുമ്മ തട്ടുന്ന രൂപത്തിൽ അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ആ അല്ലാഹ് അതാണ് ആദ്യം കേട്ടത്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ അല്ലാഹു അല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കുണ്ട് ഈ ഭാഗ്യം? ആർക്കുണ്ട് ഈ ഭാഗ്യം? നമ്മൾ നമ്മളെ പറ്റി മനസ്സിലാക്കണം. എന്തോ ആവട്ടെ, ഇനി ഏതൊക്കെ രൂപത്തിൽ ബോംബിട്ട് തകർക്കട്ടെ, ഈ ഒരു വിശ്വാസം തകർക്കാൻ ആർക്ക് സാധിക്കും? ഈ ഒരു വിശ്വാസം തകർക്കാൻ ആർക്ക് സാധിക്കും? പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ആദം ഹസ്രത്ത് ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ 63 കൊല്ലക്കാലം വെല്ലൂർ ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ ഞങ്ങളൊക്കെ പഠിച്ച, നിങ്ങളെ ഉസ്താദും പഠിച്ച ആ കോളേജിലെ ധാരാളം കൊല്ലം 63 കൊല്ലം ഉസ്താദായ മഹാനൂറുകൾ വഫാത്തിന്റെ ഘട്ടത്തിൽ, മരിക്കുന്ന ഘട്ടത്തില് കൂടെയുള്ള ആൾക്കാരോട് പറയാണ്, ഹഡോ ഹഡോ ഹസ്രത്ത് ആതിഹേ, നിങ്ങൾ മാറി നിൽക്കും, മാറി നിൽക്കും, എന്റെ ഷേഖ് വരുന്നു, എന്റെ ഗുരുവര്യർ വരുന്നു. മഹാനായ ശംസുൽ ഉലമാ അശ്ശൈഖ് അബ്ദുൽ വഹാബ് മഹാനൂറുകൾ ഖാദിരി റളിയല്ലാഹു തആല അൻഹു മഹാനൂറുകൾ വരുന്നുണ്ട്. നിങ്ങളൊക്കെ മാറിക്കും, മഹാനൂറുകൾ വരുന്നുണ്ട്. മഹാനൂറുകൾ വഫാത്തായിട്ട് എത്രയോ കാലമായി വഫാത്തായുടെ റൂഹ് വരികയാണ് മരിക്കുന്ന അവസരത്തിൽ. അതാണ് അനസ് തങ്ങൾ പറഞ്ഞത്, ഈ വന്ന മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഖിയാമത്ത് നാളെ പറ്റി അന്വേഷിച്ചു വന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ എന്താണ് തയ്യാറെടുത്തിട്ടുള്ളത്?
നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? അപ്പൊ മറുപടി പറഞ്ഞു, അള്ളാഹിനോടും റസൂലിനോടുള്ള മഹബത്താണുള്ളത്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അന്തമഅ മൻ അഹബബ്ത, നീ ആരെ ഇഷ്ടം വെച്ചോ അവരോട് കൂടെ നീ സ്വർഗ്ഗത്തിലുണ്ടാകും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാമിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു. അല്ലാഹു അക്ബർ എന്ന് പറയാൻ ഭാഗ്യം കിട്ടിയല്ലോ. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇത് റസൂലുള്ളാഹി പറഞ്ഞപ്പോഴാണ്. അന്തമഅ മൻ അഹബബ്ത, നീ ആരെ ഇഷ്ടം വെച്ചത് അവരെ കൂടെ ഉണ്ടാകും. ഇത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം ഇന്നി യുഹിബ്ബുല്ലാഹ് വറസൂലഹു വഅബൂബക്കറിൻ വഉമറ, ഞാൻ അബൂബക്കർ എന്നവരെയും ഉമർ എന്നവരെയും സ്നേഹിക്കുന്നു, റസൂലുള്ളാഹിനെ ഞാൻ സ്നേഹിക്കുന്നു, അലിയാരെ സ്നേഹിക്കുന്നു, ഉസ്മാൻ എന്നവരെ സ്നേഹിക്കുന്നു. അതേ ഫർജു, ഞാൻ ആഗ്രഹിക്കുന്നു അവരെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയുമെന്നും ഇല്ലം അമൽ ബിഅമാലിഹിം, അവരെ അമൽ ചെയ്തതുപോലെ അമൽ ചെയ്യാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. തുടക്കം മുതലേ ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മൾക്കൊരു ദിവസം ഇവിടെ നിന്ന് പോകേണ്ടി വരുമല്ലോ. സുബ്ഹാനല്ലാഹ്, നമ്മളെ കയ്യിലൊന്നുമില്ല. അനസ് തങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അല്ലാഹുവോട് ഇഷ്ടമുണ്ട്, റസൂലുള്ളാഹിനോട് ഇഷ്ടമുണ്ട്. അല്ലാഹുവോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹ് പറഞ്ഞത് കേൾക്കലാണ്. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുന്നത്ത് എടുക്കലാണ്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ ഒരുത്തനിൽ ഉണ്ടായാൽ ഈമാന്റെ മധുരം അവനക്കുണ്ടായി. ഈമാന്റെ മധുരം എന്ന് പറഞ്ഞാൽ അമല് ചെയ്യുന്നതിലൊക്കെ നല്ല രസം, അമല് ചെയ്യാനൊക്കെ നല്ല താല്പര്യം. സുബ്ഹി ബാങ്ക് കൊടുത്താൽ അതിന് മുമ്പ് തന്നെ എഴുന്നേൽക്കാൻ നല്ല താല്പര്യം. ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള താല്പര്യമാണ് ഈമാന്റെ മധുരമെന്ന് ഈമാൻ നബവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും റസൂലും എല്ലാറ്റിനേക്കാളും അവനക്ക് മഹബ്ബത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഈമാന്റെ മധുരം അവനക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെ കയ്യിൽ ഒന്നുമില്ല, മുത്തുനബിയോടുള്ള സ്നേഹം. ആ സ്നേഹമുണ്ടായാൽ ദുനിയാവും നമുക്ക് ലഭിക്കും, ആഖിറവും നമുക്ക് ലഭിക്കും. നേരെ മറിച്ച് ആ സ്നേഹമില്ലാതെ ആയി പോയാലോ? സൂറത്തു തൗബയിലെ 24-ാമത്തെ സൂക്തത്തിൽ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ, നബിയെ തങ്ങൾ പറയുക, 300-ലധികം സ്ഥലത്ത് അല്ലാഹു ഖുൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. 300-ലധികം സ്ഥലത്തും 120 ചില്ലാനം സ്ഥലങ്ങളിൽ ഖുൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഇഷ്ടമുള്ള, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഏ മനുഷ്യരെ, നിങ്ങളെ പിതാക്കന്മാർ, നിങ്ങൾക്കുള്ള മക്കള്, നിങ്ങളെ സഹോദരന്മാർ, നിങ്ങളെ ഇണകൾ, നിങ്ങൾക്കുള്ള കൂട്ടുകുടുംബാദികൾ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നിങ്ങളെ സമ്പത്തുകൾ, നശിച്ചു പോകും, ലാഭമില്ലാതെയായി പോകുമെന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളെ ബിസിനസ്സുകൾ, നിങ്ങൾക്ക് നല്ല സന്തോഷം ലഭിക്കുന്ന നിങ്ങളെ വീടുകൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, ഇതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ബാപ്പയോടും മക്കളോടും അങ്ങനെ ജീവിതത്തിന്റെ മറ്റ് സൗകര്യങ്ങളോടാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഭാര്യയോടാണോ കൂടുതൽ ഇഷ്ടം? റസൂലുള്ളാഹിനേക്കാളും അല്ലാഹിനേക്കാളും ഇഷ്ടമെങ്കിൽ ഫതറബ്ബസൂ, അല്ലാഹുവിന്റെ അദാബ് നിങ്ങൾ പ്രതീക്ഷിക്കണേ, അല്ലാഹുവിന്റെ അദാബ് നിങ്ങൾ പ്രതീക്ഷിക്കണേ. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, വല്ലാത്ത പേടിപ്പെടുത്തുന്ന ആയത്താണിത്. അല്ലാഹുവിന്റെ അദാബ് നിങ്ങൾ പ്രതീക്ഷിക്കണേ. ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെയും റസൂലിനെയും മഹബ്ബത്ത് വെക്കലാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ അവസാനം ഇറങ്ങി വന്ന് ഈ പള്ളിന്റെ മിഹ്റാബിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് വഖദ്ദമൂനി ഇലൽ മിഹ്റാബി വൻസറഫൂ ഖൽഫൽ ഇമാമി ഫസല്ല സുമ്മ വദ്ദഅനി. അങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോ
അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ റൂഹിനെ പിടിക്കാൻ വരും, നിങ്ങളെ റൂഹിനെ പിടിക്കാൻ വരും. ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുള്ള സമയമാണത്, ഏറ്റവും വലിയ വേദനയുള്ള സമയമാണ്. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈൻ അവനെ ആട്ടുവാൻ, ബദരീങ്ങളാൽ തുണ റബ്ബനാ. ആ സമയത്ത് വല്ലാതെ വേദന അനുഭവപ്പെടുമ്പോ വെള്ളപ്പാത്രവുമായി ഇബ്ലീസ് കടന്നു വരും. ഒരു മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് പോകുമ്പോ അതിന്റെ ലക്ഷണം നെറ്റി നല്ലപോലെ വേർത്തിട്ടുണ്ടാകും, മൂക്കൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ നല്ല ലക്ഷണമാണ്. അതല്ല ഈമാൻ നഷ്ടപ്പെട്ടു പോയവനാണെങ്കിലോ വായിലൂടെ നൊരമ്പതയും വരും, അതേപോലെ തന്നെ പശു ശബ്ദിക്കുന്നത് പോലെ ശബ്ദിക്കും. ഇത് മുസ്ലിം അല്ലാത്ത ആളുടെ ലക്ഷണമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതായിരുന്നാലും ശരി, ഇബ്ലീസ് കൂസിനെ കാട്ടിടും. ഇബ്ലീസ് നല്ല വെള്ളം കൊണ്ടുവന്നു തരും, അവന്റെ ആളാക്കാൻ വേണ്ടി അവസാന സമയത്തും അവൻ ശ്രമിക്കും. മുത്തുനബിയോട് മഹബത്തുള്ള ആളുകളെ അല്ലാഹു രക്ഷപ്പെടുത്തും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സദസ്സ് സംഘടിപ്പിക്കുന്നത്, മുത്തുനബിന്റെ മദ്ഹ് പറയുന്നത്, അവിടുത്തെ മൗലിദുകൾ ഓതുന്നത്. ഇന്ന് നാം ഇവിടെ മൗലിദ് ഓതി 3 മണിക്കൂർ തുടർച്ചയായി നടക്കുന്ന മൗലിദുകളുണ്ട്. അങ്ങനെ മൗലിദ് ഓതുന്ന ആൾക്കാരുണ്ട്. ശറഫുൽ അനാ മൗലിദ് മുഴുവനും ഓതുന്നു, അതിന്റെ മുമ്പ് സലാം ബൈത്ത് ഓതുന്നു. ഇങ്ങനെ 3 മണിക്കൂറോളം മൗലിദിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ആൾക്കാർ, അതിനു വേണ്ടി നല്ല പോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവർ, മുത്തുനബിന്റെ പേരിൽ നല്ല സദഖ ചെയ്യുന്ന ആൾക്കാർ, ജനസേവനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ തന്നെ നമ്മുടെ ഖൽബ് പ്രകാശിക്കാൻ നിമിത്തമാണ്, അവിടത്തോട് മഹബത്ത് വർദ്ധിക്കാൻ നിമിത്തമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഏതായിരുന്നാലും ഈ അസ്റായീൽ വരുന്ന അവസരത്തിൽ ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹിന്റെ സാന്നിധ്യം അനിവാര്യമാണ്. റസൂലുള്ളാഹിനോട് മഹബത്തുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. മലായികത്ത് കൂട്ടം കൂട്ടമായി കടന്നു വരും. മരണസമയത്ത് ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച ആൾക്കാർ, അതെ, ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹ്, എത്ര പ്രയാസമാണെങ്കിലും എന്ത് വിഷമമാണെങ്കിലും എന്റെ റബ്ബെന്നെ കൈവിടൂല. സുബ്ഹാനല്ലാഹ്. പറയിൽ ഉമ്മാക്ക് സുഖമില്ല, ബാപ്പാക്ക് സുഖമില്ല, അതിന്റെ പുറത്ത് ഭാര്യയ്ക്കും സുഖമില്ല, അപ്പോഴൊക്കെ ക്ഷമിക്കുകയാണ്. ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്. നാഥനായ അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഞാനാകുന്ന ചെറിയ അടിമയെ ബുദ്ധിമുട്ടിച്ചിട്ട് അല്ലാഹ്ക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, എന്നെ വിഷമിപ്പിച്ചിട്ട് അല്ലാഹ്ക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. ആ സമയത്തും അല്ലാഹുവിന്റെ അല്ലാഹുവിനുള്ള വിശ്വാസം അത് കൈവിടാതെ ജല്ല ജലാലുവായ അല്ലാഹു ഒരുവനാണെന്ന വിശ്വാസം നമുക്കുണ്ട്. അല്ലാഹുവിനെ പോലെ ആരുമില്ലെന്ന വിശ്വാസം നമുക്കുണ്ട്. എല്ലാം അറിയുന്നവനും കാണുന്നവരുമാണ്. ഈ ഉള്ളവന്റെ ഹൃദയത്തിൽ എന്തുണ്ടോ, എന്ത് ഉദ്ദേശിച്ചാണ് ഇവിടെ നിൽക്കുന്നത്, അതൊക്കെ അല്ലാഹു അറിയുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിനോടുള്ള പ്രതീക്ഷ എപ്പോഴും നമുക്കുണ്ടാകണം. അല്ലാഹ് എന്നെ കൈവിടൂല എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. ഒരിക്കലും ആ പ്രതീക്ഷ കൈവിട്ടുകൂടാ. എത്ര വലിയ രോഗങ്ങളായിരുന്നാലും, എത്ര വലിയ ബിസിനസ് തകർച്ചയായിരുന്നാലും, എന്തെല്ലാം പ്രയാസങ്ങളായിരുന്നാലും റബ്ബിനോടുള്ള ആ വിശ്വാസം കൈവിട്ടുകൂടാ. അല്ലാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, എന്റെ നാഥനാണ്. ആ അല്ലാഹു അക്ബർ എന്ന് ചവിട്ട് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. റബ്ബിന്റെ മുന്നിൽ നിസ്കരിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹുവിൽ വിശ്വസിച്ച് നല്ല രൂപത്തിൽ ജീവിച്ച ആൾക്കാർ മലക്കുൽ മൗത്ത് അസ്റായീൽ വരുമ്പോ ആ
മനുഷ്യൻ കാണുന്ന അകലത്തില് ഇനിയും ബോധം കെട്ടുകിടക്കുകയാണെങ്കിലും ശരി, അവൻ കാണുന്ന രൂപത്തിൽ ആ അകൽച്ചയിൽ മലായികത്ത് ഇങ്ങനെ ഇരിക്കും. മലായികത്തിന്റെ കയ്യിൽ നല്ല പട്ട് പോലത്തെ സാധനങ്ങൾ ഉണ്ടാകും, അതിൽ സുഗന്ധമുണ്ട്, അവനക്ക് കഫം പുടയുണ്ട്. എല്ലാം മലായികത്ത് കൊണ്ടുവന്ന് അവരിങ്ങനെ അതവോടുകൂടെ ഇങ്ങനെ ഇരിക്കും. അസ്റായിൽ റൂഹ് ഇങ്ങനെ പിടിക്കുമ്പോ തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫൂ, അവര് വിളിച്ചു പറയും, പേടിക്കണ്ടട്ടോ, പേടിക്കണ്ടട്ടോ. ഇനി ഞാൻ ഒറ്റക്കാണല്ലോ പടച്ചോനെ, ഖബറിൽ ഞാൻ ഒറ്റക്കാണല്ലോ, മഹ്ശറിൽ ഞാൻ ഒറ്റക്കാണല്ലോ. അനൽ ഫർദു ഫിൽ ഖബർ, ഞാൻ ഖബറിൽ ഒറ്റക്കാണല്ലോ. വഫിൽ മൗത്ത്, മരണത്തിൽ ഞാൻ ഒറ്റക്കാണല്ലോ. വബഅതു ഫർദൻ ഫർഹമിൽ ഫർദ യാ ഫർദു. ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നു, അറിയുന്നു. എല്ലായിടത്തും ഞാൻ ഒറ്റക്കാണല്ലോ. അല്ല അല്ല, നീ ഒറ്റക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട്. ആ മലായികത്ത് എന്ന് പറയുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. മോനെ, നിന്റെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ട്, നിന്റെ കൂടെ ഫിൽ ഹയാത്തി ദുനിയ, ഐഹികമായ ജീവിതത്തിലും ഫിൽ ആഖിറ, ആഖിറത്തിലും ഞങ്ങൾ കൂടെ ഉണ്ട്. പേടിക്കണ്ടട്ടോ, ദുഃഖിക്കണ്ടട്ടോ എന്ന് പറഞ്ഞിട്ട് ആ മലായികത്ത് ഇങ്ങനെ കൂട്ടം കൂട്ടമായിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മമാരെ, നിങ്ങളെ ഉമ്മ മരിക്കുന്ന വീട്ടില്, ബാപ്പ മരിക്കുന്ന വീട്ടില്, നിങ്ങൾ തന്നെ മരിക്കുന്ന വീട്ടിൽ ഒരു നിസ്കാരം ഒഴിവാക്കിയവനുണ്ടോ? ഇന്നത്തെ ളുഹ്ർ നിസ്കാരം അസറിന്റെ മുമ്പ് മഗ്രിബിന്റെ മുമ്പ് നിസ്കരിക്കാത്തവരുണ്ടോ? കൂടുതൽ ഒഴിവാക്കൊന്നും വേണ്ട. ഇന്നത്തെ ളുഹ്ർ നിസ്കാരം മഗ്രിബിന്റെ മുമ്പ് നിസ്കരിക്കാത്ത ഒരു പൊന്നുമോനുണ്ടോ, ഒരു പൊന്നുമോളുണ്ടോ? റഹ്മത്തിന്റെ മലായികത്ത് അങ്ങോട്ട് വരില്ല. ചെറുപ്പക്കാരാ, അനുജന്മാരെ, നിസ്കരിക്കാതെ വീട്ടിൽ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ ആ വീട്ടില് നിങ്ങളെ ഉമ്മാക്ക് നല്ല പോലെ മരിച്ചു പോകാൻ കഴിയില്ല. നിങ്ങളെ കൊണ്ട് നല്ല പോലെ മരിക്കാൻ വരെ ഉമ്മാക്ക് കഴിയാതെ പോകും. താരിഖ് സ്വലാത്ത്, നിസ്കാരം ഒഴിവാക്കുന്ന ഒരുത്തനോ ഒരുത്തിയോ ഉള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലായികത്ത് വരില്ല. മരിക്കുന്ന അവസരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഈ റഹ്മത്തിന്റെ മലായികത്തിന്റെ സാന്നിധ്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഈ താരിഖു സ്വലാത്തായ വ്യക്തിക്ക് പട്ടിന്റെ സ്ഥാനമില്ല, നായയുടെ സ്ഥാനമില്ല. എന്റെ ഉമ്മമാരെ, അനുജത്തിമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണങ്ങൾ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണങ്ങൾ, ആ ഭക്ഷണങ്ങൾ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് അതിന്റെ മുകളിൽ വന്ന് കൊണ്ടുവച്ച് ചെയറ് വലിച്ചിട്ട് ആ ഭക്ഷണം ആർത്തിയോടുകൂടെ ഭക്ഷിക്കുന്ന മോന് നിസ്കരിക്കാത്ത മോനാണെങ്കിൽ അത് പട്ടിയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോ. നായനേക്കാൾ മോശമായവനാണ് അവനെന്ന് മനസ്സിലാക്കിക്കോ. പ്രിയപ്പെട്ടവരെ, അവൻ ആ നായന്റെ സ്ഥാനം പോലും പട്ടിന്റെ സ്ഥാനം പോലും അല്ലാഹുവിന്റെ ദീനിൽ ഈ നിസ്കരിക്കാത്തവനില്ല. അവനുള്ള വീട്ടിൽ, അവളുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലായികത്ത് വരില്ല. ഈ ഉമ്മക്ക് നല്ല പോലെ മരിച്ചു പോകാൻ കഴിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് ആയത്തുകളിലും ഹദീസുകളിലും ഉള്ളതാണ്, അതെന്റെ വക പറയുകയല്ല. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കണേ. അല്ലാഹു ഒക്കെ വിട്ടുവീഴ്ച ചെയ്തു തരും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. നിൽക്കാൻ കഴിയാത്തവൻ ഇരിക്കണം, ഇരിക്കാൻ കഴിയാത്തവൻ കിടക്കണം, കിടക്കാൻ കഴിയാത്തവൻ കിടന്നിട്ടും കഴിയുന്നില്ലെങ്കിൽ കണ്ണുകൊണ്ട് ചലിപ്പിച്ചുകൊണ്ടാകണം, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിൽ നടത്തിക്കൊണ്ടാകണം. ഒരു കാലത്തും നിസ്കാരം ബുദ്ധിയുള്ള കാലത്തൊന്നും ഒഴിവാകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നമുക്ക് നല്ല രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഈമാൻ കാമിലായി അങ്ങ് മരിച്ചു കിട്ടണല്ലോ. ഖബർ പ്രിയപ്പെട്ടവരെ വിശാലമാക്കപ്പെടും. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഖബർ വളരെ സുഖമായിരിക്കും, വിശാലമായ ഖബറായിരിക്കും. ഖബറിൽ 2 ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ഇല്ലെങ്കിൽ ഒരാളെ ഏതായിരുന്നാലും നൽകും, അവന്റെ സ്വാലിഹായ അമലുകൾ. ആ സ്വാലിഹായ അമലുകൾ നല്ല സൗന്ദര്യമുള്ള മനുഷ്യന്റെ രൂപത്തിൽ ഖബറിന്ന് പുറത്തേക്ക് പോകുന്നത് വരെ, പുനർജന്മ ദിവസം വരെ അവന്റെ കൂട്ടത്തിൽ ഖരീനായി, കൂട്ടുകാരനായി കൊണ്ട് സ്വാലിഹായ അമലുകൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ അലസത ഉണ്ടായിക്കൂടാ. ഒരു നിസ്കാരം പോലും ഖളായി പോകാൻ പാടില്ല. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും അല്ലാഹു ചെയ്യില്ല. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ മരണസമയത്തും നമ്മുടെ ഖബറിലെ ജീവിതത്തിലും മഹ്ശറിലുമൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം നൽകുന്നതാണ് മഹബ്ബത്ത്. ആ മഹബ്ബത്തിന്റെ കാതലായ വശം സുന്നത്തെടുക്കലാണ്. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. എന്റെ സുന്നത്തെടുത്താൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനായി, സ്നേഹിച്ചവനായി. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹിയോട് കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഈ ഒത്തുകൂടൽ അല്ലാഹു നിമിത്തമാക്കി തരുമാറാകട്ടെ. ത്വലഅൽ ബദ്റു അലൈനാ മിൻ തനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ യാ നബി. സലാം അലൈക്കും യാ ഹബീബ്, സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക്